السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم فإن شر الأمور محدثاتها وكل محدث بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لن يكن لا حول ولا قوة إلا بالله العلي العظيم. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا. قال الله عز وجل من ركن الإيمان تعظيم ما علم الله. قال رسول الله يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم. يا صاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. جلكو مولاي صل وسلم دائما أبدا على حبيب
حبيبك خير الخلق كلهم الصلاة والسلام عليك يا سيدي يا حبيب الله خذ بيدي قلت هيلتي أدركني يا رسول الله. സർവലോക ജഗനിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമ്മൾ ഒരുമിച്ച് കൂടിയ അല്ലാഹുവിന്റെ ഭവനമായ പള്ളിയിൽ പരിശുദ്ധമായ ശഅബാൻ മാസം അല്ലാഹുവിന്റെ ബറക്കത്തും റഹ്മത്തും കൂടുതൽ ചോദിക്കണമെന്ന് ഹബീബ് പഠിപ്പിച്ച പുണ്യമാസത്തിൽ ഏറ്റവും പുണ്യമായ സ്ഥലത്ത് ഏറ്റവും പുണ്യമായ ദിക്ർ ചൊല്ലാൻ വേണ്ടി ചൊല്ലിയ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു ദുആക്ക് ഉത്തരമുള്ള സദസ്സായി സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ദാസന്മാരിൽ പടച്ചറബ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല കാലക്കാർ ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിച്ച സ്വഹാബത്താണെന്ന് പറഞ്ഞ ആ സ്വഹാബത്തിൽ നിന്നും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 313 ബദരീങ്ങളുടെ പേര് ഈ മഹത്തായ മജ്ലിസിൽ ചൊല്ലുകയും അല്ലാഹുവിന്റെ 99 നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്ന അതും ചൊല്ലി സ്വലാത്തുകൾ ചൊല്ലി ദിക്റുകൾ ചൊല്ലി മഗ്രിബ് നിസ്കരിച്ച ഉടനെ നിരവധി മുതഅല്ലിമീങ്ങളും പണ്ഡിതന്മാരും ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരും ചൊല്ലിയ ഈ മജ്ലിസ് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാണ് എന്നതിൽ നമുക്ക് സംശയമില്ല. ഞാൻ ഇവിടെ ഏകദേശം 7:10 പള്ളിയുടെ മുമ്പിലൂടെ വിട്ടുകടന്നു പോയപ്പോൾ ഇവിടുന്ന് അസ്മാഉൽ ബദർ കേൾക്കുകയും അതിന്റെ ശേഷം സൈനുൽ ആബിദീൻ തങ്ങളെ കാണാൻ വേണ്ടി ഞാൻ പോവുകയും തങ്ങൾ ബാപ്പ അവിടെ സ്ഥലത്തില്ല. അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വരികയും ചെയ്തപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നല്ല ഒരു ക്ലൈമറ്റായ റഹ്മത്തിന്റെ മഴ വർഷിക്കുകയും ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇരുത്തം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ള വലിയൊരു പൂന്തോപ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അല്ലാഹു തആല ഈ ഇരുത്തം നാളെ മഹ്ശറ ലോകത്ത് വളരെ അർശിന്റെ നിഴലിന്റെ ചുവട്ടിൽ കുറഞ്ഞ സമയം ഇരുന്ന് വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്ന 70,000 ആളുകളിൽ അല്ലാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാര്, ഉപ്പമാര്, ഉസ്താദുമാര്, ഭാര്യ, സന്താനങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, അയൽവാസികൾ, നമ്മെ സഹായിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, ഈ മഹത്തായ പള്ളിയിൽ കേരളക്കരയിൽ എണ്ണപ്പെട്ട വലിയൊരു ദർസ് നടക്കുന്ന പള്ളിയായി അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ ഈ പള്ളിയെ ആക്കിത്തരുമാറാവട്ടെ. ഇവിടെ പഠിച്ച മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും ഭക്ഷണവും വെള്ളവും വസ്ത്രവും അവർക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും കൊടുത്ത് സഹകരിച്ച സഹോദരിമാര്, സഹോദരന്മാര്, പള്ളിയുടെ അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു തആല മണ്ണ് വാരിയാൽ പൊന്നാകും വിധം അല്ലാഹു റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കുമാറാവട്ടെ. അപകട മരണത്തിൽ നിന്നും പെടുന്നനെയുള്ള ഈമാനില്ലാത്ത മരണങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും നമ്മുടെ ഭാര്യ സന്താനങ്ങളെയും കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു ഖൈറായ വീട് കൊടുക്കുമാറാവട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അല്ലാഹു അതിൽ നിന്ന് സലാമത്ത് കൊടുക്കുമാറാവട്ടെ. മക്കളെ കെട്ടിക്കാൻ വിഷമിക്കുന്ന സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ അവർക്ക് മുഴുവനും ഈ റമളാനിന്റെ ബറക്കത്ത് കൊണ്ട് ഈ ശഅബാൻ മാസത്തിൽ 15ാമത്തെ രാവിൽ വരുന്ന ബറാഅത്ത് രാവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർക്ക് അനുയോജ്യമായ ഒരു നല്ല സ്വാലിഹായ ഭർത്താക്കന്മാരെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ പല പ്രതിസന്ധികളും വിഷമങ്ങളും നേരിടുന്ന ഈ സമയത്ത് ആർക്കെല്ലാം എന്തെല്ലാം രൂപത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടോ അതിന് മുഴുവനും അല്ലാഹു നമ്മളെ ഈ മഹ്ളറത്തുൽ ബദരിയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സലാമത്തിന്റെ ബാബുകൾ തുറന്നു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ നിസാറിന്റെ ഉപ്പ മരണപ്പെട്ടുപോയി. അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഒരു 10-30 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് പോയിട്ട് ദുആ ചെയ്തിരുന്നു.
അതുപോലെ തന്നെ നമ്മളെ ഈ മഹല്ലത്തിൽ നിന്ന് നമ്മളെ പള്ളിയുമായി സഹകരിച്ച് ഇവിടെ ദർസ് നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ അവരിൽ നിന്ന് മരണപ്പെട്ടവിടെ മുഴുവൻ ഖബറുകളും അള്ളാഹു സ്വർഗീയ ആരാമമാക്കി കൊടുക്കട്ടെ. നമ്മളെ കുഞ്ഞിമോൻ ഹാജി അള്ളാഹു താല, ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം എനിക്ക് വാളിന് ഞാൻ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ദിവസവും അല്ലാത്ത ദിവസങ്ങളിലും നല്ല എ ക്ലാസ് കഞ്ഞി ഉണ്ടാക്കി തന്ന വ്യക്തിയാണ്. അള്ളാഹു താല അദ്ദേഹത്തിനും ഈ ദർസിലുള്ള മുഴുവൻ മുത്തഅല്ലിമീങ്ങൾക്കും ഭക്ഷണം കൊടുത്ത ആരെല്ലാം ഉണ്ടോ, നമ്മളെ റഹീമൂലയിലൊക്കെ കണ്ടമാനം മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തവരാണ്. അതുപോലെ പല ആളുകളും പേരെടുത്ത് പറയുന്നില്ല. എല്ലാവർക്കും അള്ളാഹു ഇരു വീട്ടിലും റഹ്മത്തും ബറക്കത്തും ചെയ്തു കൊടുക്കട്ടെ. അള്ളാഹു തആല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും അള്ളാഹു പൂർത്തീകരിക്കട്ടെ. ഞാന് ഉച്ചക്ക് ഇന്ന് മാറാട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജുമുഅത്ത് പള്ളിയിലായിരുന്നു. ജുമുഅന്റെ ഖുതുബയും പ്രസംഗവും. മാറാട് നമുക്കൊക്കെ പരിചയമുള്ള സ്ഥലമാണ്. അവിടുന്ന് നേരെ പ്രസംഗം കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവിടെ വെച്ച് നിരവധി ആളുകൾ, പ്രത്യേകം ഉസ്താദ് പോകുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങൾക്ക് ദ്വാരക്കണമെന്ന് വസിയത്ത് പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമ്മുടെ അവസാന സമയത്ത് വാള് കഴിഞ്ഞാൽ ദ്വാരക്കും. ദ്വാക്ക് ഉത്തരമുള്ള മാസവും ദിവസവുമാണ്, അതിൽ സംശയിക്കേണ്ട. ഇന്നത്തെ ഖുതുബന്റെ മൗളൂഅ് തന്നെ അദ്വാഉ എന്നാണ്. പ്രസംഗം എന്നത് പ്രാർത്ഥന എന്നതായിരുന്നു. അല്ലാഹു തആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. വളരെ ചുരുങ്ങിയ സമയം, ഞാൻ പത്തമ്പാട് കഴിഞ്ഞ മാസവും വന്നിരുന്നു. 3-3.5 വർഷത്തോളമായി എല്ലാ മാസവും വരുന്നുണ്ട്. അവിടെയും മഹ്ലറത്തുൽ ബദരിയത്ത് നടക്കുന്നുണ്ട്. ഇവിടെയും അൽഹംദുലില്ലാ മഹ്ലറത്തുൽ ബദരിയ ചൊല്ലി. ഇനി നമുക്ക് കൂടുതലായി പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ദുആന്ന് അള്ളാഹുവിനോട് നമ്മുടെ ഭൗതികവും അഭൗതികവുമായ എല്ലാ വിഷയങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദ്വാരക്കുക എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പിന്നെ ഈ മഹത്തായ മാസത്തിന്റെയും ദിവസത്തിന്റെയും ബറക്കത്ത് കൊണ്ട് എന്തെങ്കിലും കുറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ബറക്കത്തിന് വേണ്ടി പറയുക. ഉസ്താദ് സലീം സഖാഫി എന്റെ പഴയ സുഹൃത്താണ്. ഞാൻ ആലുംചുവട് പള്ളിയിലേക്ക് എത്താൻ തന്നെ കാരണം അദ്ദേഹത്തിനെ എന്റെ അളിയന്റെ ശിഷ്യൻ സുബൈർ മുസ്ലിയാർ പല്ലാറ് തിരൂര് ടൗണിൽ വെച്ച് കാണുകയും ആ തിരൂര് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഉസ്താദ് പറഞ്ഞു, നമ്മൾ ആലുംചുവട് പള്ളിയിലേക്ക് ഒരു മുദരിസ് വേണം. അപ്പൊ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് സുബൈർ ഉസ്താദ് എനിക്ക് വിളിച്ചു, സലീം ഉസ്താദ് ഇങ്ങനെ ആലുംചുവട് പള്ളിയിലേക്ക് ആളെ വേണം. അന്ന് രാവിലെ 12 മണിക്കാണ് എനിക്ക് വിളിക്കുന്നത്. 3:30 മണിക്ക് ഞാനും ആ സുബൈർ ഉസ്താദും പാടെ ഈ പള്ളിയിൽ വന്ന് അസർക്ക് ഞാൻ ഇമാമായി നിസ്കരിച്ച് നമ്മളെ കുരിക്കളും സുബൈറും എല്ലാം പാടെ കൂടിയിട്ട് നമ്മൾ ഉറപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹമാണ് നമ്മളെ കാരണക്കാരൻ. ആ സുബൈർ ഉസ്താദിന്റെ ദർസിൽ നിന്ന് 5 വിദ്യാർത്ഥികള് ഉപരിപഠനത്തിന് വേണ്ടി മർക്കസ് സഖാഫത്ത് ഇസ്ലാമിലേക്ക് പോവുകയാണ്. ആ സന്തോഷം ഉസ്താദ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. കാരണം 5 തെങ്ങും തയ്യ് വാങ്ങി, അതല്ലെങ്കിൽ 25 തെങ്ങും തയ്യ് വാങ്ങി, അതിന് കുയ്യ് കുത്തി വളം ചേർത്ത് വെള്ളം കൊടുത്ത് അതിനെ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് ആ തെങ്ങും തയ്യിൽ നിന്ന് ഇരുവണ്ണവും പൊയ്ക്കള് കുത്തിയിട്ടോ കേടുവന്നു പോയി 5 തെങ്ങും തയ്യ് നന്നായി നാളികേരം കായ്ച്ചാൽ നമുക്ക് എന്തൊരു സന്തോഷമാണ്. നമ്മളെ മുറ്റത്ത് ഒരു 5 തൈകള് തേങ്ങ ഇങ്ങനെ ഓരോ കുലയിലും 25 തേങ്ങ പ്രകാരം ഉണ്ടായാൽ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്ന് നോക്കുമ്പോ നമ്മളെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ മാറിപ്പോകും. അതുപോലെയാണ് ഒരു മുത്തഅല്ലിമിനെ ഓതാൻ കൊണ്ടാക്കിയാൽ ഒരു തെങ്ങും തയ്യ് നട്ടുപിടിപ്പിച്ചു എന്നാണ്. ചിലപ്പോൾ 2 കൊല്ലം കഴിഞ്ഞാൽ ഇടിമിന്നലേറ്റ് ആ തയ്യ് നശിച്ചു പോകും. അപ്പൊ 2 കൊല്ലം കഴിഞ്ഞാൽ ചില കുട്ടികൾ ഓത്ത് നിർത്തിപ്പോകും. ചില കുട്ടികൾ 10ാം ക്ലാസ് SLC പരീക്ഷ വരെ ദർസിൽ നിൽക്കും. SLC കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തിപ്പോകും. ചിലവര് +2 വരെ അവര് പഠിക്കും. +2 കഴിഞ്ഞാൽ നിർത്തിപ്പോകും. അപ്പൊ ഈ കുട്ടികൾ അതൊന്നുമില്ലാതെ 5 കുട്ടികളെ കറകളഞ്ഞ കുട്ടികളെ ഉസ്താദിന്റെ ശിക്ഷണത്തിൽ തെർബിയത്ത് ചെയ്ത് പഠിപ്പിച്ച് അവർക്ക് മുല്ലാ ഹസൻ, അവർക്ക് ബൈലാവി, അവർക്ക് ഖുലാസത്തുൽ ഹിസാബ്, അതുപോലെ മൈബദി, അതുപോലെ യഹിയ, മുഖ്തസറുൽ മഅനി, ജമ്മുൽ ജവാമിഅ് തുടങ്ങിയ കിതാബുകളെല്ലാം ദർസിൽ നിന്ന് ഓതി ഇനി ഇൻഷാ അല്ലാഹ് മർക്കസിലേക്ക് അവരെ പറഞ്ഞേക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഈ നാട്ടുകാരായ നിങ്ങൾക്ക് വലിയ ഒരു നിഅമത്താണ്, അനുഗ്രഹമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സലീം ഉസ്താദ് പറഞ്ഞ പോലെ ഞാൻ പന്താരങ്ങാടി പള്ളിയിൽ 4 വർഷം പഠിച്ചു, എഡ്രികോട് പള്ളിയിൽ 3 വർഷം പഠിച്ചു. ആ പള്ളിയിൽ നിന്ന് ഉസ്താദ് ഞങ്ങളെ ബാക്കിയാത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ ഞങ്ങൾ 2 പേരാണ് ബാക്കിയാത്തിലേക്ക് പോയത്.
ഒരാള് മർക്കസിലേക്കും കാരന്തൂരിലേക്കും പോയി, ഒരാള് പട്ടിക്കാട്ടിലേക്കും പോയി, ഒരാള് നന്ദിയിലേക്കും പോയി. ഇങ്ങനെ പോയപ്പോൾ ആ നാട്ടുകാര് ഞങ്ങൾക്ക് ഇത് സ്വീകരണം, അന്ന് വെള്ളിയാഴ്ച ദർസ് പൂട്ടുന്ന അന്ന് ഉസ്താദിന്റെ ഈ പ്രസംഗത്തിന്റെ ശേഷം അവിടെ കൂടിയ മുഴുവൻ ആളുകളും ജുമുഅന്റെ ശേഷം ഉസ്താദിന്റെ കയ്യിൽ 1000ഉം 500ഉം കൊടുത്തിട്ട് ഓരോ കുട്ടികൾക്കും കോളേജിലേക്ക് പോകുമ്പോ 3000ഉം 4000ഉം ഉസ്താദ് ഞങ്ങളെ കയ്യിൽ തന്നു. ആ പൈസയുമായിട്ടാണ് ഞങ്ങള് കോളേജിലേക്ക് പോയത്. അവിടെ വെച്ചുകൊണ്ട് ഞങ്ങൾ ദ്വാരുന്നു, റഹ്മാനായ റബ്ബേ, ഇത്ര കാലം ഞങ്ങൾക്ക് കിതാബ് ഓതി പഠിക്കാൻ, ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങാൻ, മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് ചെയ്ത ഈ അനുഗ്രഹത്തിന്റെ ബാക്കിൽ പ്രവർത്തിച്ച ഏതെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ, ഏതെല്ലാം ഉമ്മമാരുണ്ടോ, ഏതെല്ലാം സഹോദരന്മാരുണ്ടോ, അവർക്ക് മുഴുവനും ഞങ്ങൾ പഠിച്ചതിന്റെ ഒരു വിഹിതം കൂലി നീ അവർക്ക് നൽകണേ റഹ്മാനെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ഇന്നും ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. എന്റെ സുഹൃത്തുക്കളെ, നേരത്തെ നമ്മളെ സഖാഫി ഉസ്താദ് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ചെലവുടിക്കാരത്തി മരിച്ചിട്ട് ഒരു യാസീൻ എന്നല്ല, ഒരു സൂറത്തുൽ ഇഖ്ലാസ് എന്നല്ല, ഖത്മുൽ ഖുർആൻ 6666 ആയത്തുകളാണ്. അത് മുഴുവനും 30 ജുസ് ഖത്തം തീർത്ത് ഓതുന്നത് ആ ഉമ്മയുടെ മകനല്ല, ആ ഉമ്മയുടെ മരുമകനല്ല, മറിച്ച് ഭക്ഷണം കൊടുത്ത ചെലവുടിക്കാരത്തിന്റെ വീട്ടിൽ വന്ന ഒരു മൂലരുട്ടി അല്ലെങ്കിൽ ഒരു ഉസ്താദ് ഓതുന്നു എന്ന് വെച്ചാൽ ആ ഉമ്മയോടുള്ള നന്ദി, അതല്ലെങ്കിൽ ആ ഉമ്മാക്ക് കിട്ടുന്ന ഒരു കൂലി എത്രയാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ആലിഞ്ചുവടിലുള്ള നിങ്ങൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ 5 കുട്ടികൾ ദർസിൽ പോകുന്നതോട് കൂടെ 50 കുട്ടികൾ പോകുന്നതിന് തുല്യമാണ്. അല്ലാഹു തആല ആ പോകുന്ന മുഴുവൻ കുട്ടികൾക്കും അല്ലാഹു നാഫിയായ ഇൽമ് ഇനിയും പഠിക്കാനും പഠിപ്പിക്കാനും നല്ല സഖാഫിമാരായി നമ്മുടെ നാട്ടിൽ ഉസ്താദുമാരെ കുറ്റം പറയാത്ത, ആലിമീങ്ങളെ ചീത്ത പറയാത്ത, തങ്ങന്മാരെ ചീത്ത പറയാത്ത നല്ല ഒരു മുഖ്ലിസീങ്ങളായ പണ്ഡിതന്മാരായി നമ്മുടെ ഒരുപാട് നാടുകളിൽ ദർസ് നടത്തി വഅ്ള് പറഞ്ഞ് എല്ലാ രംഗത്തും അല്ലാഹു അവരെ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കുകയാണ്. ബാക്കിയുള്ള മുഴുവൻ മുതഅല്ലിമീങ്ങളോടും പറയുന്നു, അവരെ പോലെ നന്നായി ഓതി പഠിച്ചോ. സ്കൂളിലുള്ള പഠനം ഏകദേശം 10 അല്ലെങ്കിൽ +2 വരെ കുറഞ്ഞ കാലത്ത് അല്പമാത്രം പഠിച്ചിട്ട് കൂടുതലും 1ാം സ്ഥാനവും 2ാം സ്ഥാനവും 3ാം സ്ഥാനവും ദർസിനാണ് കൊടുക്കേണ്ടത്. 4ാം സ്ഥാനമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിന് കൊടുക്കേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈ അള്ളാഹുവിന്റെ ദീന് എത്രയാണോ നമ്മൾ പഠിക്കുന്നത് അതിന്റെ ഇരട്ടി നമുക്ക് ഭൗതികം അള്ളാഹു ഉള്ളിലൂടെ തരും. കാരണം ഇവിടെയുള്ള മുഴുവൻ നമുക്ക് നേതൃത്വം നൽകുന്ന മുമ്പ് കഴിഞ്ഞു പോയ അല്ലെങ്കിൽ ഇപ്പൊ ഹയാത്തിലുള്ള വലിയ പ്രായമുള്ള പണ്ഡിതന്മാർ അവര് എഴുതിയ പുസ്തകങ്ങൾ, അവരുടെ തൂലിക നോക്കിയാൽ അവരൊക്കെ 7ാം ക്ലാസ്സും 8ാം ക്ലാസ്സും സ്കൂളിൽ പഠിച്ചവരാണ്. പക്ഷെ അവരെ സാഹിത്യങ്ങളും അവരെ ഭൗതിക വിദ്യാഭ്യാസവും അളന്നു നോക്കിയാൽ ഇന്ന് നമ്മളെ B.Ed പഠിക്കുന്ന അല്ലെങ്കിൽ LLBക്ക് പഠിക്കുന്ന കുട്ടികളെക്കാളും നല്ല തെന്റേടമുള്ള ആലിമീങ്ങളാണ് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ. അവരൊക്കെ ഇൽമ് അള്ളാഹുവിന്റെ ദീന് പഠിച്ചപ്പോൾ ആ ദീനിനിക്ക് പകരം അള്ളാഹു തആല ഭൗതികമായ വിജ്ഞാനവും അതിന്റെ കൂടെ അള്ളാഹു അവർക്ക് നൽകിയതാണ്. കാരണം നിങ്ങൾ ചിന്തിക്കുക, അർഹമർ റഹീമായ അള്ളാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ നമുക്ക് അള്ളാഹു ചെയ്ത ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിക്കാൻ പറ്റുക എന്നതാണ്. ഞാൻ ആദ്യത്തിൽ തന്നെ ഓതി വെച്ച ആയത്ത് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ കഹ്ഫ്, അൽ കഹ്ഫ് സൂറത്തിലെ ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതൽ സുന്നത്തായ സൂറത്താണ് അൽ കഹ്ഫ്. ആ അൽ കഹ്ഫ് സൂറത്തിന്റെ ആ നടുവിലെ ഭാഗത്ത് കാണാം, അൽ മാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ വൽ ബാഖിയാത്തുസ് സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ.
എന്റെ ഈ സംസാരം കേൾക്കുന്ന ഉമ്മമാര്, സഹോദരന്മാരെ, മുതഅല്ലിമീങ്ങളെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കലാമായ ഖുർആനിലൂടെ മനുഷ്യന്റെ ബുദ്ധിയെ അല്ലാഹു തആല തട്ടി ഉണർത്താൻ വേണ്ടി അല്ലാഹു തആല മരണത്തിന്റെ മുമ്പ് തന്നെ ഈ നശ്വരമായ ജീവിതത്തിൽ ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ബാക്കിലാണോ പോണ്ടത്, അതല്ല ആഖിറത്തിന്റെ പിന്നാലെയാണോ പോണ്ടത് എന്നതിന് മനുഷ്യന്റെ ബുദ്ധിക്ക് വേണ്ടി അല്ലാഹു ചോദിക്കുകയാണോ, അൽ മാലു വൽ ബനൂൻ, അൽ മാലു നിന്റെ സമ്പത്ത്, വൽ ബനൂന നിന്റെ ആൺകുട്ടികള്. നോക്കണം, നമ്മൾ 4, 5, 6 ആൺകുട്ടികളെ അല്ലാഹു തആല ഒരാൾക്ക് തരികയാണെങ്കിൽ അവൻ ദുനിയാവിൽ വെച്ച് പലപ്പോഴും മക്കളെ പേര് പറഞ്ഞ് അഹങ്കരിക്കലുണ്ട്. എനിക്കെന്ത് പേടിക്കാനാണ്, എനിക്ക് 6, 7 ആൺകുട്ടികളെ അല്ലാഹു തന്നില്ലേ. അതുകൊണ്ട് അല്ലാഹു തആല പെൺകുട്ടികളെ ഉൾപ്പെടുത്താതെ ബനൂന ബനൂ അബ്നാഇന വ ബനാതുന ബനൂഹുന്ന അബ്നാഉൽ ജാലിൽ അബാഇദീൻ. അൽ മാലു വൽ ബനൂൻ, നിനക്ക് തന്ന സമ്പത്തും നിന്റെ സന്താനങ്ങളുമില്ലേ, അതൊക്കെ സീനത്തുൽ ഹയാത്തി ദുനിയാ, നിന്റെ ഭൗതികമായ ജീവിതത്തിലുള്ള വലിയ ആഡംബരങ്ങളും ഭംഗികളും നിനക്ക് അവകാശപ്പെടാൻ പറ്റിയതാണ്. എന്നാൽ വൽ ബാഖിയാതുസ് സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. ബാഖിയാതുസ് സ്വാലിഹാത്ത്, നിനക്ക് എന്നെന്നും അവശേഷിക്കുന്ന, നിനക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന നല്ലൊരു പ്രവർത്തനം കാണണോ, അതിനാണ് ബാഖിയാതുസ് സ്വാലിഹാത്ത് എന്നതിന് റാസി മഹ്മദ് 11ഓളം തഫ്സീറുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ ബാഖിയാതുസ് സ്വാലിഹാത്താണ് എന്ന് റാസി ഇമാം പറഞ്ഞത് കാണാം. അപ്പൊ ദർസിൽ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളാണ്, അതേ മഗ്‌രിബിന്റെ മുമ്പ് ഒരു 15 മിനിറ്റ് സമയമെങ്കിലും എല്ലാ പള്ളി ദർസുകളിലുമുള്ള കുട്ടികൾ അതാ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് മൈക്കയിലൂടെ ചെല്ലുമ്പോ അതിന്റെ കൂടെ ചെല്ലുന്ന സഹോദരിമാരില്ലേ. എന്റെ നാട് ഒതുക്കിങ്ങൽ പഞ്ചായത്തിൽ മറ്റത്തൂരിലാണ്. ആ മറ്റത്തൂരിൽ പഴയ കാലത്ത് എന്റെ ചെറുപ്പത്തിൽ എനിക്കൊരു 7 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പള്ളിയിൽ ദർസ് ആരംഭിക്കുന്നത്. 45 കുട്ടികളുണ്ട്. അന്ന് എന്റെ ഉമ്മ എന്നെ 7ാമത്തെ വയസ്സിൽ പള്ളിയിലേക്ക് ഉദ്ഘാടനത്തിന് പറഞ്ഞയച്ചപ്പോ ഉമ്മ പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ നീ പോയിട്ട് ഒരു മുതഅല്ലിമിന് നമുക്ക് ചെലവിന് കൊടുത്തേക്കാൻ തരാൻ പറയണം. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കണം, ഉമ്മ ചോദിച്ചൊരു കുട്ടിയെ വാങ്ങുകയാണ്. അങ്ങനെ 7 വയസ്സ് പ്രായമുള്ള ഞാന് പള്ളിയിൽ പോയി കമ്മിറ്റിക്കാരെ കണ്ട് പറഞ്ഞു, ഞാനൊരു കുട്ടിയെ മുതഅല്ലിമിനെ നമുക്ക് വേണം, എന്റെ ഉമ്മ ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ അന്നാണെങ്കിൽ സാമ്പത്തികമായി വളരെ ടൈറ്റുള്ളൊരു കാലമാണ്. ഒരുപാട് സന്താനങ്ങൾ ഞങ്ങൾ തന്നെ വീട്ടിലുണ്ട്. ഒരു വാപ്പയാണ് പണിക്ക് പോകാൻ, ജോലിക്ക് പോകാനുള്ളത്. അങ്ങനെ ഉച്ചക്ക് അന്ന് നമ്മളെ വീട്ടിൽ കഞ്ഞി കുടിക്കുന്ന കാലമാണ്. രാത്രി മാത്രമേ ചോറ് വഹിക്കലുള്ളൂ. ആ കാലത്ത് പോലും ഒരു മുതഅല്ലിമിനെ ഉമ്മ വാങ്ങി ഏറ്റെടുത്തതാ. അങ്ങനെ 10-11ഓളം കൊല്ലങ്ങള് ആ മുതഅല്ലിമിനിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ആ മുതഅല്ലിമിനോട് ഉമ്മ പറയും, കുട്ടി, നിങ്ങൾക്ക് ഞാൻ ചോറ് തരുന്നത് നിങ്ങൾ ഇൽമ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അള്ളാഹുവിന്റെ ദീന് നിലനിൽക്കുന്നത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ജീവനാടിയായ ഇൽമ്, അതെ, അത് നിലനിൽക്കണമെങ്കിൽ കുട്ടികൾ പഠിക്കണം.
ആ പഠിച്ചെങ്കിലേ ദീന് നിലനിൽക്കുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഞാൻ ഭക്ഷണം തരുന്നത്. നിങ്ങളോട് എനിക്ക് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ. വളരെ വിവരം കുറഞ്ഞ ഈമാനും തഖ്വയുമുള്ള വലിയ വിശ്വാസമുള്ള നമ്മളെ ഉമ്മ ആ മുതഅല്ലിമീങ്ങളോടൊക്കെ പറഞ്ഞത്, കുട്ടികളെ, നിങ്ങൾ വ്യാഴാഴ്ച നാട്ടിൽ പോകുന്ന സമയത്ത് ചില കുട്ടികളൊക്കെ പെരക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്യലുണ്ട്. നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ദ്വാരക്കണമെന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഉമ്മ പറഞ്ഞ വാക്കാ ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ ദ്വാരക്കണം. ഈ ചോറ് തന്ന പാവപ്പെട്ട ഈ ഉമ്മാക്ക് നല്ല ദിവസം, നല്ല സമയം, നല്ല മാസത്തിൽ മരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്ന് എന്റെ ഉമ്മ ഈ കുട്ടികളോടൊക്കെ വസിയ്യത്ത് ചെയ്യും. ആ മുതഅല്ലിമീങ്ങളൊക്കെ നിഷ്കളങ്കമായ മനസ്സിന്റെ ഉടമകളാണ്. അന്നത്തെ കാലത്തെ കുട്ടികൾ ഭൗതികമായ സ്കൂളിൽ പോകുന്ന കുട്ടികളല്ല. 24 മണിക്കൂറും അവര് പള്ളിയിൽ ദർസിലാണ്. അവര് സ്കൂളിലുള്ള ഒരു സബ്ജക്റ്റും പള്ളിയിൽ വെച്ച് വായിക്കുന്നില്ല. ഒരാളെ കയ്യിലും മൊബൈല് ഫോണുകളില്ല. ആ കുട്ടികൾക്ക് വെറും പഠനം തന്നെ. ആ മുതഅല്ലിമീങ്ങൾ ആത്മാർത്ഥമായി ദ്വാരുന്ന ഉത്തരം ലഭിച്ചു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് എന്റെ ഉമ്മ റമളാൻ മാസത്തില് 27-ാം രാവിലെ, അതേ വെള്ളിയാഴ്ചയാണ് മരിക്കുന്നത് കേട്ടോ. കാരണം ഈ മുതഅല്ലിമീങ്ങളോട് ഉമ്മ പറഞ്ഞ വസിയ്യത്ത്, കുട്ടികളെ, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് ഇസ്ലാം ദീന് നിലനിൽക്കാനാണ്. ആ കുട്ടികളായ നിങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും ഈ പെരക്കാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ദ്വാരിക്കണമെന്നില്ല. നിങ്ങൾ ഖൽബിന്റെ ഉള്ളിൽ ആത്മാർത്ഥമായി ദ്വാരിക്കേണ്ടത് എന്റെ ആഖിബത്തിന്റെ കാര്യമാ. അങ്ങനെ പറഞ്ഞ് അതേ മുതഅല്ലിമീങ്ങൾ ദ്വാരുന്ന പോലെ വെള്ളിയാഴ്ച എന്നത് സയ്യിദുൽ അയ്യാമി, ദിവസങ്ങളെ നേതാവാണ്. റമളാൻ എന്ന് പറയുന്നത് സയ്യിദുൽ ശുഹൂർ, മാസങ്ങളെ നേതാവാണ്. അപ്പൊ മാസങ്ങളെ നേതാവ് റമളാൻ, ദിവസങ്ങളെ നേതാവ് വെള്ളി. അതേ രാവുകളെ കൂട്ടത്തിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട 27-ാം രാവിലെ മുട്ടിപ്പടിക്കല സ്വലാത്ത് നഗറില് ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന പ്രാർത്ഥനയില്ലേ? ആ ദിവസം 27-ാം രാവിലെ 9:30 ഞാൻ തറാവീഹ് മുതഅല്ലിമായ 15 വയസ്സുള്ള ഞാൻ 8 റക്അത്ത് നിസ്കരിച്ചപ്പോയേക്കും കുട്ടി ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് പറഞ്ഞു, മുസ്ലിയാരെ, നിങ്ങളെ ഉമ്മാക്ക് സുഖമില്ല. ഞാൻ പോരുന്ന സമയത്ത് രോഗവുമില്ലാത്ത ഉമ്മ അതേ 10 മിനിറ്റ് കൊണ്ട് മരിച്ചുപോയി. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റല്ലേ ഒരു മനുഷ്യന് അവസാനമായി ചൊല്ലാൻ കിട്ടേണ്ടത്. ആ മരിക്കുന്ന സമയത്ത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതി മരിക്കണം എന്ന് ഒരു കിതാബിലുമില്ലല്ലോ. ആ രോഗശയ്യയിൽ കിടക്കുമ്പോ 1000 ഖുൽ ഹുവല്ലാഹു അഹദ് ഓതാൻ പറ്റുമെങ്കിൽ ഓതുന്നത് നല്ലതാ. പക്ഷേ അവസാനമായി മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. വല്ലവരുത്തിന്റെയും അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തായാൽ അവനിക്ക് സ്വർഗമാണ്, സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ ഉമ്മ കിതാബ് ഓതിയിട്ടില്ല, മുത്തഫരിദ് മറിച്ചാൽ വായിക്കാൻ അറിയൂല. വിശുദ്ധ ഖുർആൻ തന്നെ ഉമ്മാക്ക് നോക്കി ഓതാൻ അറിയൂല. എന്നാലും ഒരൊറ്റ വക്ത് നിസ്കാരവും ഉമ്മാന്റെ ജീവിതത്തിൽ ഖളാക്കിയിട്ടില്ല. അവർക്ക് ആകെ അറിയുന്നൊരു ഫാത്തിഹ സൂറത്തും ഒരു ഖുൽ ഹുവല്ലാഹു അഹദും കാണാതെ അറിയും. സുഹൃത്തുക്കളെ, കിതാബ്
കിതാബിന്റെ കടികെട്ടി മനസ്സിലാക്കിയ ജമ്മുൽ ജവാമീന്റെ മത്തിന് ഞാനൊരു 80 പേജ് കാണാതെ ബഖിയാത്തിൽ പോകുമ്പോ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ചേകന്നൂര് മൗലവി ജമ്മുൽ ജവാമീന്റെ 2 വാള്യവും കാണാതെ പഠിച്ചവനാണ്. ആ ചേകന്നൂര് ഈമാനില്ലാതെ ദുനിയാവിൽ നിന്ന് ചത്തുപോയെങ്കിൽ സുഹൃത്തുക്കളെ, ഒരു വിവരവുമില്ലാത്ത എന്റെ ഉമ്മ റമളാൻ മാസത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയത് 4 or 5 അയൽവാസികളെ വീട്ടിലേക്ക് കേൾക്കുന്ന വിധം ചൊല്ലി മരിച്ചോ? അതിന്റെ കാരണോ ചെറിയ മുതഅല്ലിമീങ്ങളെ നന്നായി സ്നേഹിച്ച് ഭക്ഷണം കൊടുത്ത് അവരോട് ദ്വാരക്കാൻ പറയുന്നത്, ഉമ്മാക്ക് 6 പെൺകുട്ടികളുണ്ട്, അവരെ കെട്ടിച്ചു പോകണം എന്നുള്ള കാര്യം ഉമ്മ പറയലില്ല, മക്കള് നന്നാകണമെന്ന കാര്യം പറയാറുണ്ട്. അതിന്റെ പുറമേ ഉമ്മ പറയുന്ന ഒരേ ഒരു വാക്ക്, അതേ എന്റെ ഈമാൻ സലാമത്തായി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരന്നാൽ മതി. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ദറസ് നടത്തുന്ന ഏത് പള്ളിയുണ്ടോ, ഏത് മദ്രസയുണ്ടോ, അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന ഏത് സ്ഥാപനങ്ങളുണ്ടോ, അതിന്റെ അടുത്തുള്ള 1 or 2 വീട്ടുകാര് ഇനി ചെലവ് തീരെ കൊടുത്തില്ല, അവര് ദർസുമായി സഹകരിച്ചില്ല, എന്നാലും പടച്ചറബ് പറയുന്നത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, മജ്തമ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ يتلون كتاب الله ويتدارسونه بينهم إلا وصيتهم الرحمن وحفتهم الملائكة. മജ്തമഅ നെഫിന്റെ മായാണ്. മജ്തമഅ ഇജ്തമയിലുള്ള അംസ വസ്ലിന്റെ അംസയാണ്. വസ്ലിന്റെ അംസ കൂട്ടിമൊയ്യുമ്പോൾ പോകുന്നതാണ്. അതുകൊണ്ട് മജ്തമ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അല്ലാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്യപ്പെട്ട ഒരു പള്ളി, അതല്ലെങ്കിൽ ഒരു മദ്രസ, ആ റബ്ബിന്റെ വീട് എന്ന് പറയുന്ന വീട്ടിൽ വെച്ച് ഒരു വിഭാഗം ആളുകൾ ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്, പടച്ച റബ്ബിന്റെ ഖുർആൻ അവര് ഓതുക മാത്രമല്ല, തഫ്സീറുൽ ജലാലൈനി ഓതിക്കൊടുക്കുമ്പോൾ ആ മുദരിസുമാര് 4 or 5 വേറെ തഫ്സീറുകൾ ഈ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി റൂഹുൽ മആനിയുണ്ട്, അതേ റൂഹുൽ ബയാനുണ്ട്, അതുപോലെ റാസിയുണ്ട്, അതുപോലെ തഫ്സീറുൽ ബൈളാവിയുണ്ട്, അതുപോലെ നിരവധി തഫ്സീറുകൾ ഉസ്താദുമാര് നോക്കലില്ലേ. വയതദാറസൂനഹു ബൈനഹും, ആ കുട്ടികൾക്കിടയിൽ അതിലുള്ള സംശയങ്ങളും റബ്ബിന്റെ കലാമായ ഖുർആനിനെ ഏത് രൂപത്തിലാണ് അർത്ഥം വെക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന ചെറിയ ഗ്രന്ഥമായ ജലാലൈനി പോലെയുള്ള കിതാബുകൾ ഓതിക്കൊടുക്കുമ്പോൾ മക്കളെ, ഇല്ലാ വസിയത്തുഹുമുർ റഹ്മത്തിന്റെ മലായികത്ത് ആ പള്ളിയുടെ ചുറ്റുഭാഗത്തുമുള്ള 40ഓളം വീടുകളിൽ അല്ലാഹു റഹ്മത്ത് കൊണ്ട് പൊതിയുന്നതാ. വഹഫത്തുഹുമുൽ മലായിക, പടച്ച റബ്ബിന്റെ വലിയ കാവല് ആ പള്ളിയുടെ അയൽവാസികൾക്ക് ലഭിക്കുന്നതാ. ഇത് ഒരിക്കലും മുനീർ ബാഖവിന്റെ വകയിൽ പറഞ്ഞതല്ല. ഈ കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാര് ഇവിടെ ഇരിക്കുമ്പോൾ അവരോട് ചോദിക്കുക, ബുഖാരിയിലില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ ഉമ്മമാരെ, ഇത് ശഅബാൻ എന്ന് പറയുന്ന മാസമാണ്. ഇതിൽ 20 من شعبان ولت فواصل شرب ليلك بالنهار. ഇർസാദുൽ യഫ്ഗി എന്ന് പറയുന്ന അബ്ദുല്ലാഹിൽ യഫ്ഗി തങ്ങൾ ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ 69ാമത്തെ പേജ് നോക്കിയാൽ ഇതിൽ 20 മിൻ ശഅബാന വല്ലത് ഫവാസിൽ ശുർബ ലൈലിക ബിന്നഹാരി. ഒരു സൂഫിയായ മഹാപണ്ഡിതൻ അതാ ജനങ്ങളുടെ മെമ്മറിയിലേക്ക് ഈമാനിന്റെ ഉന്മേഷ
ഉപദേശം കൊടുക്കാൻ വേണ്ടി വലിയ വലിയ സൂഫിയാക്കൾ പാടിയ ബൈത്താണത്. ഇതിൽ അശ്റൂന മിൻ ശഅബാന വല്ലത്ത്, അതേ അശ്റൂന ശഅബാൻ മാസത്തിൽ നിന്ന് 20 കഴിഞ്ഞു പോയാൽ ഇനി 9-10 ദിവസമേ റമളാനാകാൻ ബാക്കിയുള്ളൂ. റമളാൻ മാസം വന്നാൽ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റൂല, വെള്ളം കുടിക്കാൻ പറ്റൂല. അതുകൊണ്ട് മോനെ ഫവാസിൽ ശുർബലൈലിക ബിന്നഹാരി, നിന്റെ പകൽ സമയത്ത് കുടിക്കാനുള്ള ഭക്ഷണവും വെള്ളവും രാത്രിക്കലേക്ക് നീ ജമ്മാക്കിയിട്ട് നിന്റെ ഭക്ഷണം നീ കുടിച്ചു തീർത്തോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? റമളാനിലുള്ള 10-30 ദിവസം നമുക്ക് പകലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തതിന്റെ പേരിൽ രാത്രി നന്നായി അടിച്ചു കയറ്റിക്കോ എന്നല്ല. നിന്റെ 60 വയസ്സിൽ നിന്ന് 30 തീർന്നു പോയാൽ ഇനി മൈനസ് ഉള്ളത് കേവലം 30. 40 കഴിഞ്ഞെങ്കിൽ ബാക്കി 20. 60 വയസ്സിൽ 50 കഴിഞ്ഞാല് ബാക്കി 10 ഉള്ളൂ. ഇതാ ഫതഹസിത്തീന മാ ഫനിസ്ഫുൽ ഉമരി തംഹുഖുൽ ലയാലി. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ചൊല്ലിയതാണ്, ഉമറേ ഇതാ അഅ്സൽ ഫതഹസിത്തീന മാ, ഒരു 60 കൊല്ലം ഒരാൾ ജീവിച്ചാൽ അവന്റെ ജീവിതം ഒന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഫനിസ്ഫുൽ ഉമരി തംഹുഖുൽ ലയാലി. നിസ്ഫുൽ ഉമരി, വയസ്സിൽ നിന്ന് പകുതിയും ഉറങ്ങിപ്പോയി. എല്ലാരും കൂട്ടി നോക്കേണ്ടി. രാത്രി 9:30-10 മണിക്ക് ഉറങ്ങിയിട്ട് 5:30 മണിക്ക് എണീറ്റാൽ എത്ര മണിക്കൂർ ഉറങ്ങി? രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്കൂർ ഉറങ്ങിയാൽ രാത്രി ഉറങ്ങിയ കൂട്ടത്തിലേക്ക് ആ 8ലേക്ക് 2 പാടെ കൂട്ടിക്കോ 10 പിന്നെ പല സമയങ്ങളിലായിട്ട് നിനക്ക് ഉറക്കവുമല്ല ഉണർവുമല്ലാത്ത രൂപത്തിൽ ഒരു കൈലുലത്തിന്റെ ഉറക്കം പോലെ അല്ലെങ്കിൽ നുആസ് തൂക്കി ഉറക്കം പോലെ നീ കുറച്ച് ദുന്യാവുമായി ബന്ധമില്ലാത്തൊരു ടൈമുണ്ട്, ഉറങ്ങുന്ന ടൈം. ഇയാൾക്ക് നമ്മൾ പറയും ദുന്യാവേറ്റൊരു ടച്ച് ഇല്ലാത്ത ആളാണ്, ദുന്യാവേറ്റും ബന്ധമില്ല എന്ന് പറഞ്ഞാൽ വലിയ 24 മണിക്കൂർ ഉറക്കുന്ന ആളാന്നാ. ഞാന് ഒരു 12 കൊല്ലം മുമ്പ് ദാദാ ഹയാത്തിലേക്ക് സിയാറത്തിന് പോയപ്പോ ചെക്ക് ബാംഗ്ലൂര് കഴിഞ്ഞിട്ട് അവിടെ ഒരു ത്രിവേണി സംഗമം എന്നുള്ളൊരു സ്ഥലമുണ്ട്. 3-4 പുഴകൾ ഒന്നായിട്ട് കൂടുന്ന സ്ഥലം. അത് കാണാൻ വേണ്ടി പോയപ്പോൾ അടുത്തൊരു ബോർഡ് കണ്ടു. ആ ബോർഡുമ്പോൾ ഇംഗ്ലീഷും അറബിയിലും ഉറുദുവിലും ഇങ്ങനെ, അറബിയില്ല ഇംഗ്ലീഷിലുണ്ട്, കന്നഡയിലുണ്ട്, മലയാളത്തിലുണ്ട് ഒരു ബോർഡ്. മലയാളത്തിലുള്ള ബോർഡ് വായിക്കാൻ വളരെ സിമ്പിളാണ് നമുക്ക്. അപ്പൊ അത് ഞാൻ വേഗം വായിച്ചു. നോക്കുമ്പോൾ അതിലുള്ളത് എന്താണ്? കള്ള് ഷാപ്പിന്റെ മുമ്പിലാണ് ആ ബോർഡ്. ആ കള്ള് ഷാപ്പിന് മുമ്പിലുള്ള ബോർഡും മേലെ എഴുതിയത് ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചു. കാരണം അത് നല്ലൊരു സെന്റൻസ് ആണ്. പ്രിയ സുഹൃത്തെ, കടന്നു വരൂ, വയറ് നിറയെ മദ്യപിക്കൂ, ഉറക്കം വർദ്ധിപ്പിക്കൂ, ദോഷം കുറക്കൂ, സ്വർഗത്തിൽ കടക്കൂ. കള്ള് ഷാപ്പിന്റെ മുതലാളി സ്വർഗം കൊടുക്കുക. പൊന്നും സുഹൃത്തെ, കടന്നു വരൂ, വയറ് നിറയെ മദ്യപിക്കൂ, പള്ള നിറയെ കള്ളു കുടിക്കൂ എന്നാ പറയണത്. ഇന്നെന്താ പറയണത്? ഉറക്കം വർദ്ധിപ്പിക്കൂ. കാരണം മദ്യപിച്ചാൽ കൂടുതൽ ഉറങ്ങേണ്ടി വരും. ഉറങ്ങുക എന്ന് പറഞ്ഞാൽ അവൻ ഒരു അബോധാവസ്ഥയിൽ കിടന്നുപോകും. ചിലപ്പോൾ റോഡ് സൈഡിലാവാം, ടൗണിലാവാം, ബസ് സ്റ്റാൻഡിലാവാം, റെയിൽവേ സ്റ്റേഷനിലാവാം. അവന് ഉറങ്ങാൻ ബെഡ്ഷീറ്റ് വേണ്ട, അവന് പായ വേണ്ട. അവനെ മുകളിലേക്ക് ചെവിട്ടിലേക്കും നായ മൂത്രയിച്ചാലും അവൻ വിചാരിക്കും കർക്കിടക മാസത്തിൽ മഴ പെയ്യാണ്. കണ്ണുക്ക് ടോർച്ചടിച്ചാൽ മിന്നെറിയാണ് തോന്നിപ്പോവും. കാരണം മോന്റെ ലക്കും ലഗാനുമില്ലാതെ കള്ളുകുടിയനായി കിടക്കുക. എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഞാൻ കഴിഞ്ഞ മാസം പത്തമ്പാടിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട്, കേട്ടവർക്കറിയാം. ദാരിദ്ര്യം വരുന്ന 18 കാര്യങ്ങളുണ്ട്. ദാരിദ്ര്യം അല്ലാഹു തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന 18 കാര്യം. എല്ലാം കൂടി ഇവിടെ പറയാൻ സമയം കുറവാണ്. എന്നാൽ അതിൽ ഒരു കാര്യം പറഞ്ഞത് കസറത്തുന്നൗം, ഉറക്കം വർദ്ധിപ്പിക്കല. നമ്മൾ ചിന്തിക്കും കുറെ ഉറങ്ങിയാല് ദോഷം കുറയില്ലേ, ഉറങ്ങിയാല് സംസാരം കുറയില്ലേ,
ഉറങ്ങിയാൽ ഗീബത്ത് കുറയില്ലേ? കൂടുതൽ ജീവിതത്തിൽ ഉറക്കമായാൽ അവന് മറ്റ് തെറ്റുകുറ്റങ്ങളൊക്കെ ഇല്ലാതെയാകൂലേ? അള്ളാഹു നമ്മെ പഠിച്ചത് ദുനിയാവില് ഉറങ്ങി തീർക്കാനല്ല. ഉറക്കം ഒരു ഇബാദത്താക്കാൻ പറ്റും, ഉറക്കം ഒരു ഇബാദത്താക്കാൻ പറ്റും. കാരണം 10-12 മണിക്കൂർ സമയം മുതഅല്ലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ഒരു ഉസ്താദ് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ 12 കിതാബ് ഓതിക്കൊടുത്തൊരു ഉസ്താദിനറിയാം അതിന്റെ ക്ഷീണം എത്രയാണ്. ആ ഉസ്താദ് 2 മണിക്കൂറോ 1 മണിക്കൂർ സമയമോ ക്ഷീണമകറ്റാനും ഇനി ഉച്ചന്റെ ശേഷം എനിക്ക് വീണ്ടും സബക്കെടുത്തു കൊടുക്കണമല്ലോ, ആ നീയത്തിൽ ഉന്മേഷത്തിന് വേണ്ടി നല്ല നീയത്തോടെ 2 മണിക്കൂർ ഉറങ്ങിയാൽ വസിരിഫ് ഇലത്വാതി വഖ്തക കുല്ലഹു ലാ തതുറുകൻ വഖ്തൻ സുദൻ മുതസാഹിലാ وتسير أوقات المباح بنيتي مصروفة بالخير فصحب الائتلاف وصرف إلى الطاعات. നിന്റെ മുഴുവൻ സമയങ്ങളും നീ അള്ളാഹുവിന്റെ ഇബാദത്തിലേക്ക് തിരിച്ചോ. നിന്റെ ഖുർആനോദലും നിന്റെ ദിക്റുകളിലും നീ വസ്ത്രം മലക്കലും നീ കുളിച്ച് വൃത്തിയാവലും നീ ഉറങ്ങുന്നതും നീ ജോലിക്ക് പോകുന്നതുമെല്ലാം നിനക്ക് ഇബാദത്താക്കാൻ പറ്റുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിസ്കാരം കഴിഞ്ഞ് ഇശാ നിസ്കാരം കഴിഞ്ഞ് മൂത്രയിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോ ഒരു ചെറുപ്പക്കാരൻ സലാം പറഞ്ഞു ഇവിടെ പള്ളിന്റെ മൂത്രപ്പേന്റെ ഉടച്ചിട്ട്. ഉസ്താദ ഞാൻ പണി കഴിഞ്ഞ് വരിക, ജോലി തീർന്നു വരിക, ഇനി വാല് കേട്ടിട്ട് പോവാന്ന് വെച്ചിട്ട് നിന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പോ പണിക്ക് പോയതാണ്? അയാൾ പറഞ്ഞു രാവിലെ 8 മണിക്ക് തുടങ്ങിയ പണിയാണ്, രാത്രി 8 മണി വരെ. മാഷാ അല്ലാഹു ഖാൻ. എത്ര കൂലിട്ടില്ല ചോദിച്ചു? 600 റുപ്യ. സൗദിയിലെ പൈസ ചോദിച്ചു. അല്ല സൗദിയിലല്ല, ഇന്ത്യന്റെ 600 റുപ്യ. സൗദിന്റെ 600 ആണെങ്കിൽ എല്ലാ സംഖ്യ ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു സുഹൃത്തെ നമ്മളെ നാട്ടിക്ക് പോരെ, രാവിലെ 7:30 മണി മുതൽ 12:45 നിർത്തിയാൽ 1300 കൂലി തന്നെ. എന്റെ വീട്ടിലിപ്പോ ഞാൻ അടുത്തൊരു കിണർ നന്നാക്കി. എന്റെ വീട്ടിലുള്ള കിണർ 8 ദിവസം 6 ആള് വെച്ചിട്ട് 80,000 റുപ്യ കൂലി കൊടുത്തു. കിണറിന്റെ അടിഭാഗം പഠിക്കാൻ 80,000 റുപ്യ കൂലി, കല്ലും സാധനമൊക്കെ വേറെ. അപ്പൊ അവരെടുക്കുന്ന പണി 7:30 മണിക്ക് കുന്നും പുറത്തുനിന്ന് ഓട്ടർഷം വിളിച്ച് വരും. അവര് നേരെ 7:45 കിണറ്റിലിറങ്ങും, കുറച്ച് മണ്ണ് മാരും, 10:30 മണിക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടി കയറും. കഞ്ഞി കുടിച്ചാൽ 1 മണിക്കൂർ ഫിൽറ്റർ വലിച്ചിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെയും ഇറങ്ങും. 1:45 ചോറ് വഹിക്കാൻ കയറും. എത്ര കൂലി? 1300 തന്നെ. ഞാൻ വല്ലാഹി തമാശ പറയില്ല. അപ്പൊ ഈ സാധു 8 മണിക്ക് തുടങ്ങി രാത്രി 8 മണിയെ പണിയെടുത്താൽ 600 റുപ്യ. അതിനൊന്നും പണിയെടുക്കേണ്ട ആവശ്യമില്ല. ഒക്കെ 2-4 മണിക്കൂർ ഇപ്പൊ പണിയുള്ളൂ. അതിന് വലിയ കൂലിയും വാങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലുള്ള ആൾക്കാരൊക്കെ പുറത്തം വിട്ട് ഇങ്ങോട്ട് പോരുകയാണ്. ഇനി ഇവിടെ 300 റുപ്യക്ക് ഉസ്താദെ പണി തരുമോ ചോദിച്ചിട്ട് നടക്കുന്ന കാലഘട്ടം വരാനുണ്ട്. നിങ്ങൾ വിചാരിക്കും ഉസ്താദെ ദാരിദ്ര്യം തിരിച്ചുമില്ലാക്ക നമ്മളെ മന്ത്രിന്റെ കുഴപ്പമാണ്, പ്രധാനമന്ത്രി മാറിയതുകൊണ്ടാണ് 500,000 വിരോധിച്ചതാണ്ട്. ഒന്നല്ല, ദാരിദ്ര്യം വരും. നിങ്ങൾ കണ്ടു നിന്നോ. ഞാൻ വരാൻ ദ്വാരിക്കല്ല. കാരണം ഞാനൊക്കെ ജനിച്ചു വരുമ്പോ ദാരിദ്ര്യ. ഇപ്പൊ എനിക്ക് 40 വയസ്സായി. ഇനി ദാരിദ്ര്യത്തിലേക്ക് പിന്നെ വീണ്ടും മടങ്ങുകയാണ്. എന്താ കാരണം? നമ്മളെ വല്ലിപ്പൊക്കെ നല്ലോ കൈ മലച്ചിട്ട് നിസ്കാരക്കുപ്പായത്തിരുന്ന് ദ്വാരന്തീനു. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചക്കക്കുരു ചുട്ട് തിന്ന് വയറ് നിറച്ചവരാണ്, ഞങ്ങൾ പൂളന്റെ തൊലി തിന്നവരാണ്, ഞങ്ങൾ ചക്ക മാത്രം ധരിച്ച് കഞ്ഞിയിൽ കുറച്ച് വറ്റും വെള്ളം കൂടുതൽ കുടിച്ച് വളർന്നവരാണ്. ഇനി ഞങ്ങളെ മക്കളിലോ ഞങ്ങളെ പേരമക്കളിലോ ദാരിദ്ര്യം കൊടുക്കല്ല റബ്ബേ. ആ വല്യമ്മയും വല്ലിപ്പയും മുമ്പ് ദ്വാരുന്നു. ആ ദുആ പടച്ച റബ്ബ് സ്വീകരിച്ചു. ആ സ്വീകരിച്ച ദുആ കൊണ്ട് എന്നെ പോലെ നിങ്ങളെപ്പോലുള്ള ആളുകള് ഒരു കല്യാണത്തിന് പോയാൽ 4ഉം 5ഉം 6ഉം മോഡല് ബിരിയാണി വെച്ചു. ഒരു സൽക്കാരത്തിന് പോയാല് 2 ടേബിൾ ഒന്നിച്ചിട്ടാലും സുഹൃത്തുക്കളെ വെള്ളത്തിന്റെ ഗ്ലാസ് വെക്കാൻ സ്ഥലമില്ലാത്ത വിധം 6ഉം 7ഉം 9ഉം ഐറ്റംസ് ഫുഡുകളായില്ലേ.
കുറച്ച് സമ്പത്ത് കൂടിയാൽ, അവൻ വല്ല മുതലാളിയായാൽ വലിയ കല്യാണ മണ്ഡപത്തിലേക്ക് കല്യാണം വെച്ചു. നമ്മളൊക്കെ അവിടെ പോയി നോക്കുമ്പോ ഈ മുതലാളിയെ നമ്മളെ വീട്ടിലേക്ക് ഭക്ഷണത്തിന് വിളിച്ചപ്പോ നമ്മൾ ടേബിളും വെള്ളവും ഭക്ഷണവും ഒക്കെ കൊടുത്തിട്ട് കൈ കഴുകാനുള്ള സൗകര്യം കൊടുത്തിട്ട് അവനിക്ക് വേണ്ട ചോറിങ്ങനെ കൊണ്ടേ തട്ടിക്കൊടുത്തിട്ട് ഈ കള്ളഹമക്ക് ഒരു നേരത്തെ കല്യാണത്തിന് നമ്മളെ വിളിച്ചപ്പോഴോ നമ്മള് പ്ലേറ്റും വാങ്ങിയിട്ട് ബഫ എന്ന പേരില് എരന്ന് ചോറ് വാങ്ങേണ്ടി വന്നില്ലേ? ഞാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീടിന്റെ അടുത്ത് ഒരു നിക്കാഹിന് പോയപ്പോൾ ഞാൻ അവിടെ നിന്ന് ചീത്ത പറഞ്ഞ് ഇറങ്ങിപ്പോന്നതാണ്. ഞാൻ പറഞ്ഞു, ഹമക്കേ, എന്റെ വീട്ടിക്ക് എന്റെ നേർച്ചക്ക് ഞാൻ വിളിച്ചില്ലേ? അന്ന് 2 ലക്ഷം ഉറുപ്പിക മുടക്കിയിട്ട് പോത്ത് ബിരിയാണി വെച്ചിട്ട് നല്ല കസാലമ്മലിരുത്തിയിട്ട് ചോറ് തിന്നിട്ട് നിന്റെ മകന്റെ നിക്കാഹിന് എന്നെ വിളിച്ചിട്ട് ഞാൻ പ്ലേറ്റും വാങ്ങിയിട്ട് സോമാലിയിലെ കുട്ടികള് ചോറിന് കാത്തു നിൽക്കുന്ന പോലെ നിൽക്കാൻ വിഡ്ഢിയല്ല. അന്ന് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് നിക്കാഹ് ചെയ്തത്. അദ്ദേഹം പ്ലേറ്റിൽ കൈ കാട്ടി വാങ്ങി, പക്ഷേ ഞാൻ വാങ്ങിയില്ല. അത് ഇസ്ലാമികമല്ല. ഏത് മുതലാളി ചെയ്താലും അവൻ തമ്മാടിയാണ്. അത് പറയാനുള്ള ചങ്കൂറ്റം നല്ല ഇൽമ പഠിച്ച മുതഅല്ലിമിന് വേണം, ആലിമിന് വേണം. അവന്റെ നയാ പൈസക്ക് വേണ്ടി നമ്മൾ ഈമാൻ പണയപ്പെടുത്തിക്കൂടാ. കാരണം ഭക്ഷണം എന്നത് രാജാവാണ്. വസാലി ഇമാമിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനില് 2ാമത്തെ വാള്യത്തിലെ അവസാനത്തെ ഭാഗം നോക്കൂ. വൽഖാമിസുൽ ഹിബ്റുൽ ഇമാമു മുഹമ്മദു ഹുവ ഹുജ്ജത്തുൽ ഇസ്ലാമി ദൂന തറദ്ദുദി. വസാലി ഇമാം പറഞ്ഞു, എടോ ചോറുകളൊക്കെ കൊണ്ടേ വെച്ചതിന്റെ ശേഷം നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുന്ന ഗസ്റ്റിനെ പൊരക്കാര് വെള്ളവും പപ്പടവും ചോറൊക്കെ റെഡിയാക്കിയിട്ട് നമ്മളോട് പറയും, ഉസ്താദെ കയ്യേകിക്കോ. അങ്ങനെ നമ്മൾ പോയി നോക്കുമ്പോ ചോറൊക്കെ റെഡിയാണ്. അത് ശരിയല്ല കേട്ടോ. നമ്മള് കാലി മേശപ്പുറത്ത് പോയി കസാലട്ടിരിക്കണം. ഇരുന്നതിന്റെ ശേഷം പിന്നെ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ആദ്യം ചോറ് കൊണ്ടേ വെക്കണം, പിന്നെ ചാറ് കൊണ്ടേ വെക്കണം, പിന്നെ പപ്പടം കൊണ്ടേ വെക്കണം, പിന്നെ വെള്ളം കൊണ്ടേ വെക്കണം, പിന്നെ ഫവാക്കിഹികളും സാധനങ്ങളൊക്കെ കൊണ്ടേ വെക്കണം. അതിൽ നിന്ന് ഭക്ഷണങ്ങളൊക്കെ നമ്മൾ എത്തിയതിന്റെ ശേഷമാണ് വരേണ്ടത്. അല്ലാതെ ഭക്ഷണങ്ങളൊക്കെ റെഡിയായിട്ട് നമ്മളങ്ങോട്ട് പോയി ഇരിക്കാൻ പാടില്ല. നമ്മള് പള്ളിയിലെ ഉസ്താദ് മുനീർ വാക്കവി വഅലിന് വരുന്നുണ്ട് എന്നറിയപ്പോ ഞാനിങ്ങനെ അഡ്വാൻസായി 4 മണിക്ക് ഇവിടെ വന്നിരുന്നു. നിങ്ങളൊക്കെ 6:45 7 മണിക്ക് വന്നാ പറ്റൂല. നിങ്ങൾ വന്ന് ഇരിക്കുന്ന സദസ്സിലേക്കാണ് ഉസ്താദ് വരേണ്ടത്. അതുപോലെ നമ്മൾ ഇരിക്കുന്ന സദസ്സിലേക്ക് രാജാവായ ഭക്ഷണം വരട്ടെ. എന്നിട്ട് ഫ്രൂട്ട്സ് എന്ന് പറയുന്ന അതിൽ ഏതെല്ലാം ഫവാക്കിഹികളുണ്ടോ അത് നിങ്ങൾ ആദ്യം ഭക്ഷിക്കണം. ബത്തക്കയായാലും ആപ്പിളായാലും മുന്തിരിയായാലും ഫവാക്കിഹ് എന്ന് പറയുന്ന സാധനം സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം സാരമില്ല നിന്നിലെ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും. കളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാനോ, രസമുള്ളതാ കദളിപ്പയും തിന്നാനോ. പുറത്തുള്ള മണ്ണും ചിരലി മിസുക്കും ജൗഹറ, പിന്നെന്ത് പറയാനാ ഹബീബേ ഉള്ളറാ. സ്വർഗത്തിൽ എല്ലാ പയങ്ങളുമുണ്ട്. അതിന്റെ ഫോട്ടോ കോപ്പികൾ ദുനിയാവിലുമുണ്ട്. ഫീഹാ ഫാക്കിഹത്തുൻ. ഫാക്കിഹത്ത് എന്ന് പറഞ്ഞാൽ മുഴുവൻ ഫ്രൂട്ട്സുകളെയും ഉൾപ്പെടുത്തിയ വാക്കാണ് ഫവാക്കിഹ്. പിന്നെ ഓരോന്നിനെയും ഖാസായിട്ട് നഖ്ല് ഈത്തപ്പയം, റുമ്മാൻ ഉറുമാമ്പയം. ആ ഉറുമാമ്പയം ദുനിയാവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉറുമാമ്പയത്തിന്റെ തൊലി അത് ഉണക്കിയിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ വയറിന്റെ വേദന മാറും. കാരണം സ്വർഗത്തിലെ പയത്തിന്റെ ഫോട്ടോ കോപ്പി ആയതുകൊണ്ട്. അതിന്റെ കുരുവിന്റെ നീര് നന്നായി ഗ്ലാസ്സിലേക്ക് പീഞ്ഞെടുത്തിട്ട് അർറഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ.
അർ-റഹ്മാൻ സൂറത്ത് 3 വട്ടം ഓതിയിട്ട് ഉറുമാമ്പയത്തിന്റെ നീരിൽ ഊതിയിട്ട് കുടിച്ചാൽ അന്നനാളത്തിന് ക്യാൻസർ രോഗിയായ ആള് അവനിക്ക് ചങ്കിലൂടെ ഒരു മുറുക്ക് വെള്ളം ഇറങ്ങുന്നില്ല, കഞ്ഞി ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടും ഇറങ്ങുന്നില്ല. അങ്ങനത്തെ രോഗിക്കും ഉറുമാമ്പയത്തിന്റെ നീര് കൊടുത്തോ, ആ വെള്ളമങ്ങ് ഇറങ്ങുന്നതാണ്. കാരണം സ്വർഗത്തിലുള്ള പയത്തിന്റെ ഫോട്ടോ കോപ്പിയാണ്. മക്കളെ, ആ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ആരോഗ്യവും നിനക്ക് തന്ന സമ്പത്തും നിനക്ക് തന്ന പ്രൗഢിയും നിന്റെ വിദ്യാഭ്യാസവും അതെല്ലാം നിന്റെ പവർ കൊണ്ട് തന്നതല്ല. നിന്റെ മാതാപിതാക്കളും വല്യമ്മമാരും വല്യപ്പമാരുമൊക്കെ നന്നായി അന്ന് ദുആ ചെയ്തതാണ്. പടച്ചവരെ, എന്റെ പേരമക്കളിലും എന്റെ മക്കളിലും ദാരിദ്ര്യം കൊടുക്കല്ല. ആ ദുആ പടച്ച റബ്ബ് കബൂലായി. 2018 വരെ ഒരാളെ വീട്ടിലും പട്ടിണികളില്ല. എന്നാൽ ഇന്ന് ഞാനും നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് നിസ്കാരം കഴിഞ്ഞിട്ടോ നട്ടപ്പാതിരാക്ക് തഹജ്ജുദ് നിസ്കരിച്ചിട്ടോ നിങ്ങളെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ ദ്വാരുന്നിട്ടുണ്ടോ? എന്റെ മക്കളെ കാര്യം ഞാൻ ദ്വാരുന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് പട്ടിണി തരല്ല. എന്നാ പിന്നെ ദാരിദ്ര്യമെന്ന സംഭവം ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ കാരണം കസറത്തുന്നവും, ഉറക്കം വർദ്ധിപ്പിക്കലാ. കള്ളും ഷാപ്പിന്റെ മുമ്പിൽ എഴുതി വെച്ച ബോർഡ്, പൊന്നും സഹോദരാ കയറി വരോ, വയറ് നിറയെ മദ്യപിക്കോ, ഉറക്കം വർദ്ധിപ്പിക്കോ, ദോഷം കുറക്കോ. ഈ ഒരു ഹിക്മത്ത് അല്ലാഹു തആലക്ക് അറിയൂലേ? അല്ലാഹു തആല മലായികത്തിനെ സൃഷ്ടിച്ചു, അല്ലാഹു തആല ജിന്നുകളെ സൃഷ്ടിച്ചു, അല്ലാഹു തആല മനുഷ്യരെ സൃഷ്ടിച്ചു. മനുഷ്യരോടും ജിന്നുകളോടും പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നോക്കി, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ഉറങ്ങാൻ വേണ്ടി പഠിച്ചാന്നല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റമളാൻ മാസം നോമ്പ് മെയ് മാസം 17-ാം തീയതി വരും. ചിലപ്പോ ഏകദേശം ഒരു 15 നോമ്പ് നല്ല ചൂടിലായിരിക്കും. ഞാനാണെങ്കിലും 28 ദിവസം ഉച്ചക്ക് വയലു ഏറ്റു. ഇതുപോലെ വെള്ളം കുടിച്ച് വെള്ളം തരാൻ പറ്റുമോ? സുബ്ഹാന ജല്ല ജലാലു. വിയർത്തിട്ട് ഇങ്ങനെ പോയിട്ടേ എന്താണ് ചൂട് നിങ്ങൾക്ക് അറിയോ? കടൽ പ്രദേശമാകുന്ന നിങ്ങളുടെ നാട്ടിൽ എത്തുന്തോറും ചൂട് കൂടി വരിക. മാറാടിൽ പോയി ഹൊത്തുബോധി ഇപ്പൊ തങ്ങൾ ബാബ ചോദിക്കുക, ഔ ഇതെന്താ ജപ്പാൻ കുടിവെള്ള പദ്ധതിയോ? അതിനാത്രം വെള്ളം, ജപ്പാന്റെ വെള്ളം വല്ല പൈപ്പ് കൂടെ വരിക. നല്ല തൊവിയിലായ തൂലും മറലൊക്കെ ഉള്ള ആലത്തിനുള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. ഭയങ്കരം. ഓ മാഷാ അല്ലാഹ്. അപ്പൊ ഈ റമദാനികൾ ആലോചിച്ച് നോക്കി. നമുക്ക് വരുന്ന റമദാന് വലിയ റമദാൻ നമ്മൾ ദ്വാരന്ന് വിളിച്ചു വരുത്താണ്. പഠിച്ചോനെ റമദാനിക്ക് എന്നെ എത്തിച്ചോണ്ടാൻ. ഷഅബാൻ 29 മരിച്ചാവാൻ കഴിച്ചില്ലായി, നോൽപ്പിൽ കണ്ട. ആ കള്ളന്മാരാണ് ദ്വാരിക്കാത്തത്. കാരണം എന്താ, 29 എങ്ങനെയും വണ്ടിന്റെ ഉള്ളിൽ കൂടിയാണ് പണി കഴിഞ്ഞാൽ ഓന് 30 ദിവസം നോൻപിൽ കണ്ട. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷഅബാൻ 29 മരിച്ചാൻ പറ്റൂല, റമദാൻ 29 മരിക്കണം. 29 ദിവസം നോൻപ് വെച്ചിട്ട് ഒരു പുതിയ ജീവിതത്തിലേക്ക് അവന് കാലെടുത്ത് വെക്കുമ്പോൾ അവൻ ആ ഇസ്ലാമിന്റെ ഒരു ദീനിന്റെ ഒരു ചൈതന്യവും ആ ഈമാനും ഇങ്ങനെ കനക്കത്തുള്ള സമയത്ത് 29 മരിച്ച പെരുന്നാപ്പള്ളിക്ക് മയ്യത്തിന് കൊണ്ടുവരിക. അങ്ങനെ മരിച്ചാലും കുഴപ്പമില്ല. നേരെ മറിച്ച് ഷഅബാൻ 29 മരിക്കുന്നത് ഭാഗ്യദോഷിയാണ്. ഈ ദുആ അല്ലാഹു അവന്റെ ഖബൂലാക്കിയിട്ടില്ല. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ ശഹ്റ റമളാൻ. ദോനോ പടി സക്താ ഹേ. ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നും പറയാ, ബല്ലിഗ്നാ റമളാൻ. 2 റിപ്പോർട്ടുണ്ട്. ഞാൻ 19 പ്രസംഗിക്കുമ്പോൾ 2 മൗലവിമാർ അവിടെ ഉണ്ട്, വയസ്സായ മൗലവിമാർ. ചോദിച്ചെന്നോട് ബല്ലിഗ്നാ ശഹ്റ റമളാൻ എന്നുണ്ടോ? ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ട്. ഓല കിതാബ് കണ്ടിട്ടില്ല. ഞാൻ 2ാമത് മൊബൈലിലൂടെ വാട്സപ്പിലൂടെ കിതാബിന്റെ പേജ് ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുത്തു. എല്ലാ വിവരും എല്ലാവർക്കും ഉണ്ടായിക്കോളില്ല. വയസ്സ് കുറെ ഉണ്ടിച്ചിട്ട് ഇൽമ ഉണ്ടായിക്കോളന്നില്ലല്ലോ. ഉണ്ടാവോ? പ്രായം കുറെ ഉണ്ടിച്ചിട്ട് അങ്ങനെ ഇബിലിസ് വല്ല ഇൽമുള്ള ആളാകണ്ടേ? അവൻ പെടു ചായില്ല. ഇപ്പൊ ഞാൻ പൊന്നാനി സൗദി മഹദൂമിന്റെ ഉറൂസിന് കഴിഞ്ഞ വെള്ളിയാഴ്ച വേദന പോയി. 15 ദിവസത്തെ വേദനുണ്ട്. ഫാറൂഖിന് അയിമുണ്ട്,
പേരൂർ ഉസ്താദ് ഉണ്ട്, AP ഉസ്താദ് ഉണ്ട്, ഖലീൽ തങ്ങളുണ്ട്. ആ വലിയ ഒരു മഹത്തായ സദസ്സിലേക്ക് 9 കൊല്ലമായിട്ട് പാവപ്പെട്ട വിവരം കുറഞ്ഞ എന്നെയും ക്ഷണിക്കാറുണ്ട്. അപ്പൊ അവിടുത്തെ ഇമാമ് 45 കൊല്ലമായി ഇമാമാണ്. അയാളെ ഏസാക്ക് ജമാഅത്തിന് ഞാൻ പങ്കെടുത്തു. ഇശാ നിസ്കാരം കഴിഞ്ഞ് 10, 65, 100ഓളം കുട്ടികളെ മുതാലിമീങ്ങളുണ്ട്. അയാൾക്ക് ഇമാം വെക്കണത് ഒരു പഴയ ബാക്കവിയായ വയസ്സനാണ്. അയാൾ ദ്വാരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാന വബല്ലിഗ്നാ റമളാൻ. അപ്പൊ ഞാൻ അയാളെ വിളിച്ച് മാത്രം മറുപടി പറഞ്ഞില്ല. വയലിങ്ങനെ പൊതു സ്റ്റേജിൽ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇമാമിന്റെ ദ്വായ നല്ല പറഞ്ഞു, ഒരാളെ മോശാക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു, ചില മൂലയന്മാര് റജബ് മാസം കഴിഞ്ഞാൽ ശഅബാനിലേക്ക് കടന്നാൽ അവര് റജബ് എന്ന് പറയുന്ന വാക്കിനെ ഒഴിവാക്കലുണ്ട്. ഒരിക്കലും ആ റജബ് എന്ന പ്രയോഗം ദുആയിൽ ഒഴിവാക്കിക്കൂടാ. റജബ് മാസം കഴിഞ്ഞാൽ ശഅബാനായാലും റസൂലുള്ളാഹി തങ്ങളും സഹാബത്തും പൊട്ടന്മാരല്ലല്ലോ. അവരൊക്കെ ദ്വാരന്ന് പോകുന്ന സീഗ റജബ് മാസം കഴിഞ്ഞു ശഅബാനായാലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അപ്പൊ പിന്നെ കിതാബ് ഓതി കുറച്ച് മീസാനും മജ്നാസ് സൂറയും കുബ്രയും സഞ്ചാനും അവാമിലും ഒക്കെ ഓതിയിട്ട് ഞാൻ വല്ല തിരുവാടുള്ള മൂലയിലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ റജബ് എന്ന വാക്ക് ഒഴിവാക്കല്ല എന്ന് ഞാൻ അവിടെ നിന്ന് പ്രസംഗിച്ചു. അപ്പൊ ഒരുപാട് മൊയ്ലന്മാർ എന്നോട് ചോദിച്ചു, ഉസ്താദേ അങ്ങനെ സംഭവം ഉണ്ടല്ലേ? നമ്മളൊക്കെ ദ്വാരനീന്റെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ എന്നായിരുന്നു. ഞാൻ പറഞ്ഞു ഒഴിവാക്കണം, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ എന്നും കൂടി ശഅബാനിക്കും ദുആ ചെയ്യണേ. അപ്പൊ ഇവർക്ക് സംശയം, അങ്ങനെ കിതാബിലുണ്ടോ? ചില ആൾക്കാരുടെ എന്ത് വലക്ക കിട്ടിയാലും കിതാബിലുണ്ടോ? ചില നാടന്മാർ കിതാബിലുണ്ടോ? നാടന്മാർ ചോദിച്ചാൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, മുഞ്ചിത് കാരണം വല്ല കട്ടിയുള്ള കിതാബുണ്ട്, അതിന്റെ 39ാമത്തെ പേജിലുണ്ട് എന്നാണ്. കാരണം ഈ നാടൻ കാക്കാക്ക് മുഞ്ചിത് അറിയുമോ, ഖാമൂസ് അറിയുമോ, അയാൾക്ക് കിതാബ് ഫിഖഹിന്റെ കിതാബ് അറിയുമോ? മോലയന്മാര് ചോദിച്ചാൽ ഞാൻ നേരെ വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ആ പേജ് അങ്ങ് പൊന്നാനിയിലെ ഉസ്താദുമാർക്ക് വിട്ടുകൊടുത്തു. സുഹൃത്തുക്കളെ, ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ എന്ന് നീ റമളാൻ വരെ ദുആ ചെയ്തോ, റജബ് എന്ന വാക്ക് ഒഴിവാക്കരുത്, കൂട്ടി ദ്വാരിക്കണം. ചെറിയ സെന്റർ പോയിന്റ് ആണെങ്കിലും ഇമാമായ ആളെടുത്ത് വരുമ്പോ വല്ല കുറ്റമാണത്. ഇമാമ് കാരണം ആരാ? ഏതെങ്കിലും പടുചായയിൽ ഇമാമാക്കാൻ പറ്റുമോ? ശമ്പളം കൊടുക്കുന്നത് 6000 ശമ്പളത്തിനല്ല വില. അവിടെ ഇമാമിന് കൊടുക്കേണ്ട ശമ്പളം 1,00,000 റുപ്യാണ്. പക്ഷെ അത് നമ്മളെ കമ്മിറ്റിക്കാർ കൊടുത്താൽ പിറ്റേന്ന് എല്ലാവരും കൗതുകായിട്ട് തൂങ്ങേണ്ടിയിരുന്നു. 1,00,000 ഒരാഴ്ച കൊടുത്തു, പിറ്റേതാഴ്ച ശമ്പളം കൊടുക്കാണ്ടാവില്ല. അപ്പൊ അന്ന് പ്രസിഡന്റ് ആ നൂലുമ്മ, പ്രസിഡന്റ് സെക്രട്ടറി നൂലുമ്മ ഫുള്ള് തൂങ്ങിയായിരിക്കും. നേരെ മറിച്ച് ഇമാമത്തിന് കൊടുക്കുന്നത് 3000 റുപ്യ. പാങ്ങനെ മല്ലാക്ക പണ്ട് വാങ്ങിക്കൊടുത്തപ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന റസൂലുള്ളാഹ് ഹയ്യഅലൽ സ്വലാഹ് ഹയ്യഅലൽ ഫലാഹ്. ഖജാൻജി വന്നക്കാണ് പറഞ്ഞ, ഹമക്ക എനിക്കത് ബാങ്കാന്ന് അറിയില്ലേ? ബാങ്ക് കൊടുക്കുമ്പോ കുറച്ച് ആക്കം പോലെ കൊടുക്കണ്ടേ? ഇക്കാമത്താകുമ്പോ സ്പീഡ് കൂട്ടണം. ഇത് മുത്തപരിതിലില്ലേ? മൊല്ലാക്കൊക്കെ കിതാബ് ഓതിയിട്ടല്ല. മൊല്ലാക്ക പറഞ്ഞു, എന്റെ ഈ 13 നൊട്ടൊക്കെ ഞാൻ നീട്ട്, ഇത്രേ നീളുള്ളൂ പറഞ്ഞു. കായ് 45 ഉണ്ടാക്കിയ അപ്പൊ ബാങ്കാണ് നീളും എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ മാതിരി ഇമാമത്തിന്റെ ശമ്പളം നമ്മൾ 3000 2000 നോക്കിയിട്ട് ഇമാമത്തിന്റെ പണി മോശാന്ന് വിചാരിച്ചണ്ട. ഇമാമ നിൽക്കുന്ന ആള് നല്ല കാര്യമായിരിക്കണം, ഓതാൻ അറിയണം. ഓത്തുകാരാൽ എങ്ങനെ? ഓന്റെ ബാക്കിൽ പല കാര്യപ്പെട്ട പല ആളുകൾ വരും. നിങ്ങൾ മനസ്സിലാക്കും, 4-5 വീട് പള്ളിക്കൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നല്ല. ചിലപ്പോ നല്ല ഓത്തറിയുന്നവൻ ബാക്കിൽ വന്ന് തുടരും. അവനിക്കുമ്പാടെ ഇമാമാകാൻ പറ്റിയ ആളായിരിക്കണം ഇവൻ. നല്ല ഫിഖ് അറിയുന്നവനായിരിക്കണം, അഫ്ഖഹാവണം. അഫ്ഖഹ് പറഞ്ഞാരാ? ഫിഖ് പണ്ഡിതനായിരിക്കണം, കർമ്മശാസ്ത്രം അറിയണം. പ്രസംഗിക്കാൻ അറിഞ്ഞാ പോരാ, നഹ്ല് പറയാൻ എല്ലാവർക്കും അറിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര പ്രഭാഷകന്മാരുണ്ട് നാട്ടില്. ഞാൻ ബാക്കിയാത്തിൽ പഠിക്കുമ്പോ എന്റെ കമാലുദ്ദീൻ ഹസ്രത്ത് അവന് എപ്പോഴും പറയാറുണ്ട്, ഖുതബാഉകും കസീർ. അവസാന കാലം വരുമ്പോ പ്രഭാഷകന്മാര് വർദ്ധിക്കുന്ന കാലഘട്ടം വരുന്നതാ. എന്നാൽ ഫുഖഹാഉകും ഖലീൽ. കർമ്മശാസ്ത്ര ഇൽമ അറിയുന്നവര് കുറവായിരിക്കും. ഈ മൂല്യന്മാരോടുള്ള ഇവിടെ പഠിക്കുന്ന കുട്ടികളാ? ഈ നാട്ടുകാരനാ? നല്ല കുട്ടികളാ. ഈ നാട്ടിൽ 2 മൂല്യന്മാര് പോരാ. 10, 40, 50 കുട്ടികൾ പഠിച്ചു പോയ പള്ളിയാണത്. അപ്പൊ ഇപ്പോഴും ദർസ് 10, 40 കുട്ടികളുണ്ട്. ഇനി 5 കുട്ടികൾ പോണ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 5 തൈ വേറെ നട്ടുപിടിപ്പിക്കണം. ആ പോയതിന് പകരം 6 കൊണ്ടുവരണം. അതാരാ കൊണ്ടുവരേണ്ടത്? കമ്മിറ്റിക്കാർ ഫറൂഖുള്ള വോട്ടും കമ്പനി ഓർഡർ കൊടുത്താലും മണ്ണിന്റെ കിട്ടുള്ളൂ.
അപ്പൊ നിങ്ങൾ എന്താണ് ഈ പോയ മൂലവിട്ടാണ് നാട്ടിൽ പോയിട്ട് 2 മാസം ലീവ് ഉണ്ടാവും ഇല്ല സാറേ? 2 മാസം ലീവ് മൊബൈൽമ കളിച്ചാലുള്ള ലീവല്ല. ഞാനൊക്കെ കുട്ടികളെ അടിച്ചിട്ട് ശരിയാക്കലായിരുന്നു. മൊബൈൽമ കളിച്ചാൽ മൂലവിട്ടാളാ നല്ല അടിക്കും ഞാൻ. ഒരൊറ്റ കുട്ടികളെ കയ്യിൽ മൊബൈൽ പാടില്ല. ഞാനൊക്കെ നിങ്ങളെ പിടിച്ചൊക്കെ നിങ്ങളെ ഉസ്താദിന്റെ അടുത്ത് വെച്ചൊരു 10 ഉണ്ട്. അപ്പൊ നിങ്ങളെ ഉസ്താദുമാർ ഇത് അമ്മക്ക് ഇവിടെ അത് പറ്റില്ല. പണ്ട് ചങ്ങായി ഞാൻ കോട്ടക്കുന്നുണ്ട് സവനപ്പിന്റെ കുപ്പി വാങ്ങിയിട്ട് പറഞ്ഞ് പോത്തുന്നു. സവനപ്പേ അത് ഭയങ്കര സ്ട്രോങ് ഉള്ള സാധന, കുടിച്ചാല ദഹനാണ്. ഒരു 2 കിലോ കോഴി കണ്ടാണ്ട് അടിച്ച ഒരു SSFന്റെ പ്രവർത്തകനാ, തൊപ്പിയുടെ ഗുണം. ഞാൻ അവരോട് എന്താണ് ഇങ്ങനെ സവനപ്പ് പേന്തുണു? ഓൻ പറഞ്ഞു ഉള്ളാൾത്തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നോട്. ഉള്ളാൾത്തങ്ങൾക്ക് സവനപ്പ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ പേറ്റിക്കാണ് കൂട്ടി. ഞാൻ ഉള്ളാൾത്തങ്ങൾക്കട ചങ്ങായി 8 റക്കായത്ത് പിന്നെ ലുഹാനിസ്കാരും 11 റക്കായത്ത് വിത്തറും ഇഷ്ടമായിരുന്നു. 5 പോത്ത നിൽക്കത്തിലുണ്ടാ. പിന്നെ കുടിച്ചിന്റെ കാര്യത്തിൽ മാത്രം ഉള്ളാൾത്തങ്ങോട് പിൻപറ്റുന്നു. നിസ്കാരം വാനില്ല. വാന് 11 റക്കായത്ത് വിത്തറ് ഉള്ളാൾത്തങ്ങൾ മെച്ചോളം നിൽക്കേച്ചിരുന്നു. 11 റക്കായത്തെ ഞാനൊക്കെ ഏറി കഴിഞ്ഞാൽ 1, 3 ഞാൻ നിൽക്കേച്ചുള്ളൂ. അതിലേറെ എന്നെ കൊണ്ട് കഴിയൂല. വിത്തറ് ലുഹാനിസ്കാരം ഞാൻ ജനിച്ചിനെ 2 നിൽക്കേച്ചുള്ളൂ. 8 റക്കായത്ത് നിൽക്കേച്ചിട്ടില്ല. അപ്പൊ ഈ വയസ്സായ 99 വയസ്സായ ഉള്ളാൾത്തങ്ങൾ പാപ്പ 11 വിത്തറും 8 ലുഹാനിസ്കരിച്ചിട്ട് ഈ പോത്തിന് അത് പറ്റൂല. സവനപ്പ് ഇങ്ങനെ പൊന്തുക അത് ഉള്ളതാൾക്ക് ഇഷ്ടമാണ്. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി മോലേര് കൊണ്ടെടുക്കിട്ട് 10 എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല. മോലേര് കിതാബ് ഓതി പഠിച്ചാൽ അയാൾ ചോദിച്ചു നോക്കി നിങ്ങൾ ഒരു കിതാബിന്റെ ഇബാറത്ത് ഇങ്ങോട്ട് ചോദിച്ചേക്കട്ടെ. ബുഖാരിന്റെ ഹദീസിൽ ഫസ്റ്റ് കാണുന്നത് ഹദ്ദസന ഖുതൈബത്തു. ഹദ്ദസന എന്ന് പറഞ്ഞ സീഗ എന്താ? നിങ്ങളൊന്ന് പറഞ്ഞാൽ കോളേജിൽ പോണ മോചിട്ടാള് ഹദ്ദസന എന്ന് പറഞ്ഞ സീഗ എന്താ ആർക്കാ പറയാൻ മുടിയാള്? ഞാൻ 5000 റുപ്യാണ് തരും. ആരാ പറയാ? ഞാൻ മർക്കസ് എന്ന് വന്നൊരു കുട്ടിയോട് ചോദിച്ചാ, മർക്കസ് സക്കാഫിയായി ഇറങ്ങിയൊരു മോചിയോട് ഇവിടെ വരികയായിരുന്നു. നിങ്ങൾ ഇവിടുന്ന വേണ്ടി ഞാൻ കോളേജ് ബാക്കിയാത്തില്ലേനു കിതാബ് ഓതി പഠിച്ചു പോയതാ. എന്താ ഹദ്ദസന പറഞ്ഞാൽ അയാൾ പറയാ ജമ്മു മുത്തക്കല്ലിമാണ്. ഫഅൽതു ഫഅൽന അറിഞ്ഞില്ലേ? ഫഅൽതു ഫഅൽന എന്ന് പറഞ്ഞ സീഗക്കാണ് അയാളെ ഹദ്ദസന എന്ന് വെച്ചത്. ഞാൻ പറഞ്ഞു മോലേരെ നിങ്ങൾ ഓതേണ്ട മാതിരി ഓതിയിട്ടില്ല, മൊബൈൽ ഫോണും കളിച്ചതാണ്. ഹദ്ദസന ഖുതൈബത്തു. ഹദ്ദസന ഹദ്ദസ മാളിയായ ഫീലാണ്, നാ മഫ്ഊലാണ്, ഖുതൈബത്തു ഫായിലാണ്. ഹദ്ദസ്ന എന്നല്ല ഹദ്ദസന. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നന്നായി ഉസ്താദ് ഓതി പഠിച്ചിട്ടാ മൊബൈൽ ഉപയോഗിച്ചത്. ഈ മുനീർ വാക്കവി 39 വയസ്സും 8 മാസവുമായി ഞാൻ മൊബൈൽ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷമായിട്ടുള്ള അല്ലെങ്കിൽ 5 കൊല്ലം. സുഹൃത്തുക്കളെ, ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഒരു മിസ്കാല ദർറത്ത് പോലും ഉസ്താദുമാരെ ധിക്കരിച്ച് ഞങ്ങൾ ഒരു കിതാബും ഓതി പഠിക്കാതെ ഇരുന്നിട്ടില്ല. ആ ഉസ്താദുമാരുടെ മനസ്സിലുള്ള പൊരുത്തമാണ്. ഇപ്പയും പാവപ്പെട്ട എന്റെ ഉസ്താദ് പഴയ സമസ്തന്റെ ആളാണ്, ഈക്കക്കാരനാണ്. കഴിഞ്ഞ ആഴ്ച ഉസ്താദ് ഉംറ കഴിഞ്ഞ് വന്നു. ഉംറ കഴിഞ്ഞ് വന്നപ്പോ എനിക്ക് വിളിച്ചു, ഞാൻ ഉംറ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഉസ്താദെ ഞാൻ ഒരു തിരക്കിലാണ്, ഇൻഷാ അല്ലാഹ് ഉസ്താദിനെ കാണാൻ വരാ. അങ്ങനെ ഞാൻ കർണാടകത്തിൽ 2 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. ബാക്കിയാത്ത് സ്വാലിഹാത്തിന്റെ അറബിക് കോളേജിന്റെ അടുത്തൊരു വാളുണ്ടായിരുന്നു. ഞാനും ഈ വേങ്ങര തങ്ങളും പാടെ 2 വാളിനും പോയി. സുബ്ഹാനല്ലാഹ്, ഞങ്ങളെ കൂടെ ഈ കൂടെ ഇരിക്കുന്ന അവനും ഞങ്ങളെ കൂടെ മദ്രാസിലേക്ക് കൂടെ ഉണ്ടായിരുന്നു. ഷാഹുൽ ഹമീദ് ജോയിക്ക് ഷാഹുലിനോട്. അപ്പൊ ഞാൻ ഉസ്താദിനടുത്ത് പോകാൻ ഒരാഴ്ച വെക്കിയപ്പോ കോളേജിലേക്ക് പോകുമ്പോ ഞങ്ങള് റിസർവേഷൻ സീറ്റ് എടുത്തിട്ട് മേലെ ഇരിക്കുമ്പോ ഉസ്താദ് വിളിച്ചു. എങ്ങനെ ഞാൻ ഉസ്താദിനോട് പറയാൻ പഠിച്ചോനെ ബാക്കിയാത്തേക്ക് പോണ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു ഉസ്താദ് ഞാൻ ട്രെയിനിലാണ്, ബാക്കിയാത്തിന്റെ ഒരു പ്രഭാഷണമുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് ആദ്യം വിളിച്ചപ്പോ നിങ്ങൾ വന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു മറ്റന്നാൾ ഉസ്താദിന്റെ വീട്ടിലെത്തും. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ, എന്നെ കണ്ടിയില്ലെങ്കിൽ, എന്റെ ഫോൺ കോൾ ചെന്നില്ലെങ്കിൽ ഉസ്താദ് ഇങ്ങോട്ട് വിളിക്കുന്ന വലിയ സ്നേഹമുള്ള ഒരു ശിഷ്യന്മാരാണ് ഞങ്ങള്. കാരണം ഉസ്താദ് പറഞ്ഞ വാക്കിന് ഇതുവരെ ഞങ്ങൾ ധിക്കരിച്ചിട്ടില്ല. ഏറ്റവും മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു ലഭിക്കാനുള്ള ഒരു മാർഗം ആ കുരുത്തവും പൊരുത്തവുമാണ് കേട്ടോ. മുഖ്തസറുൽ മഅനി എന്ന് പറഞ്ഞ കിതാബിന്റെ മുസന്നിഫാരാണ്. ശറഹുൽ അഖായിദിന്റെ മുസന്നിഫാരാണ്. ഇന്നൽ കലാമ ലഫിൽ ഫുആദി വ ഇന്നമാ ജുഇലൽ ലിസാനു അലിൽ ഫുആദി ദലീലാ. ആ ശറഹുൽ അഖായിദയുടെ മുസന്നിഫും മുഖ്തസറുൽ മഅനിന്റെ മുസന്നിഫും സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുല്ലാഹ്. മഹാനവറുകളുടെ ജീവിതം നമ്മളെ മഹാനായ വൈരത്തൂര് ബാബുസ്താദ് 83 കിതാബ് രചിച്ചിട്ടുണ്ട്. ആ മഹാനവർ ഉണ്ടാക്കിയ ഒരു കിതാബില് മദാഹിബുൽ അർബഅ 4 മദ്ഹബിന്റെ ഇമാമീങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിന്റെ ബാക്കിൽ അൽ ഹബ്ലുൽ മതീൻ
മുബീൻ എന്ന് പറയുന്ന ഒരു കിതാബ് അയാളെയും അതേ നമ്മളുടെ തുർക്കിയിലേക്ക് അയച്ചിട്ട് തുർക്കിയിലുള്ള കമ്മിറ്റിക്കാരത് അച്ചടിച്ചിട്ട് വീണ്ടും അത് കേരളത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ആ കിതാബും എന്റെ കൈവശമുണ്ട്. അതില് മഹാനവറുകൾ പറയുന്നത് സഅദുദ്ദീൻ തഫ്താസാനി തങ്ങളെ ഓതാൻ കൊണ്ടാക്കിയ 4 കൊല്ലവും മഹാനവറുകൾക്ക് ഫഅലയുടെ അർത്ഥം അറിയുന്നില്ല, ഫഅലന്റെ സീഗ അറിയുന്നില്ല. ഉസ്താദ് എത്ര കെട്ടിമറിഞ്ഞ് സബക്കെടുത്താലും ഈ കുട്ടിന്റെ മെമ്മറിയിലേക്ക് കയറുന്നില്ല. അവസാനമായി കുട്ടി ചെയ്ത പണി എന്താണ്? ആരുമില്ലാതെ ഒഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് കുട്ടികളുമായി ചിരിച്ചു കളിക്കാതെ സ്വകാര്യമായി ഇരുന്നിട്ട് അതാ ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. ഏതൊരു മനുഷ്യന്റെയും വേവലാതി, എല്ലാവരുടെയും സങ്കടങ്ങൾ പറയാനുള്ള ഒരേ ഒരു കേന്ദ്രമല്ലേ മദീന. ആ മദീനയിലുള്ള ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരിൽ ഈ കുട്ടിയങ്ങ് സ്വലാത്ത് വർദ്ധിപ്പിച്ചു. എന്നിട്ട് ഹബീബായ നബിയെ സ്വപ്നത്തിൽ കാണുന്നത് വരെ ആരുമറിയാതെ സ്വകാര്യമായി സ്വലാത്ത് ചൊല്ലി ഈ മുതഅല്ലിം അതാ ഉസ്താദിനെ ധിക്കരിക്കാതെ നല്ല കുരുത്തവും പൊരുത്തവും സമ്പാദിച്ച് ഒരു ചെക്കന്മാരോടും കച്ചറ കളിക്കാതെ ഒരു ഹറാമും പ്രവർത്തിക്കാതെ ഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ്ഖുൻ വനൂറുല്ലാഹി ലാ യുഅതാ ലിഅസി. അതേ മൊബൈൽ ഫോണിലൂടെ യൂട്യൂബിൽ കയറിയിട്ട് തോന്നിവാസനങ്ങളുടെ മുതഅല്ലിമിന്റെ ഖൽബിലേക്ക് ഈമാൻ കയറൂല, ഇൽമു കയറൂല. അത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാ. അതേ മഹാനായ ശാഫി ഇമാം ചെറിയ കുട്ടിയാകുമ്പോ വക്കീ എന്ന് പറയുന്ന ഉസ്താദിനോട് പോയി പറഞ്ഞു, ശക്കൗതു ഇലാ വക്കീഇൻ സുഅഹിഫ്ളി ഫാർശദനി ഇലാ തർക്കിൽ മആസി. നമ്മളെ മദ്ഹബിന്റെ ഇമാമുന ശാഫിഈ തങ്ങളില്ലേ, ആ ശാഫി ഇമാമിന്റെ യാറം മഖ്ബറ മക്കളെ ഈജിപ്തിലാണ്. പാവപ്പെട്ട ഞാനും താനാളൂര് അദ്ദുസ്താദും ഞങ്ങൾ 29 ആളുകൾ ഇറാഖിൽ പോയി, ഈജിപ്തിൽ പോയി, ഫിലിസ്തീനിൽ പോയി. അതേ മഹാനായ ശാഫി ഇമാം തങ്ങളെ മഖ്ബറ ഞങ്ങൾ സിയാറത്ത് ചെയ്തു. ശാഫി ഇമാമിന്റെ മഖ്ബറയുടെ കുബ്ബ എത്ര വലിയ അപാരമായ കുബ്ബയാ. നഫീസത്ത് ബീബിയുടെ മഖ്ബറ എന്തൊരു വലിയ ജാറമാണ്. ഇബ്രാഹിം നബിന്റെ യാറം എത്ര ഉയരമുള്ള യാറമാണ്. ഇസ്ഹാഖ് നബിന്റെ യാറം എത്ര വലിപ്പമുള്ള യാറമാണ്. മക്കളെ നമ്മളെ കേരളക്കരയിലുള്ള യാറങ്ങളൊക്കെ വളരെ ചെറുതാണ്, എന്നാൽ വലിയ കുബ്ബയുള്ള മഖ്ബറകൾ. ശാഫി ഇമാമിന്റെ ഖബർ, ആ ഖബറിലേക്ക് പോകുന്നതിന്റെ 400 മീറ്റർ അടുത്ത് വക്കീ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ കാണാം. ഷാഫി ഇമാമിന്റെ ഉസ്താദാണ് വക്കീ റളിയല്ലാഹു അൻഹു. മഹാന്റെ ഖബർ, ഷാഫി ഇമാമിന്റെ ഖബറിലേക്ക് മഖ്ബറിലേക്ക് പോകുമ്പോ ആദ്യം കാണുന്നത് വക്കീ തങ്ങളെ ഖബറാ. വലത്തെ സൈഡിൽ റോഡിന്റെ വലത് ഭാഗത്ത് ഭയങ്കര കച്ചവടക്കാരാ. റോഡ് ഏകദേശം ഈ പള്ളിന്റെ ഒരു 4 വലിപ്പുള്ള, ഈ പള്ളിന്റെ വികാസം 4 കൂടിക്കോ അത്ര വിശാലമായ റോഡാണ്. ആ റോഡിന്റെ വലത് ഭാഗത്ത് വക്കീ റളിയല്ലാഹുവിന്റെ ഖബറുണ്ട്. ആ ഖബർ കഴിഞ്ഞാൽ പിന്നെ അവിടെ 400 മീറ്റർ നടന്നാൽ ഷാഫി ഇമാമിന്റെ ഖബറുണ്ട്. എന്തൊരു ശാന്തമായ അന്തരീക്ഷമാണ്. ഒരു കുട്ടിക്കാമ എന്ന് മിണ്ടൂല. ഷാഫി ഇമാമിന്റെ ഖബറിന്റെ അവിടുന്ന് മിണ്ടൂല. അവിടുന്ന് മഹാനായ ഞങ്ങൾ അമീർ പറഞ്ഞു, മുനീർ വാക്കവി ദ്വാരിക്കട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ ദ്വാരിക്കൂല, എനിക്ക് കുറച്ച് ഒച്ച കൂടുതലുള്ള ആളാ. ഞാൻ മൈക്കല്ലാതെ ഞാൻ 1000 ആൾക്കാർ വേദ പറയും. അപ്പൊ ഞാൻ ദ്വാരിക്കുമ്പോ ശബ്ദം കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു ശബ്ദമില്ലാത്തന്റെ അളിയെ മുഹമ്മദ് ഹസനി കൂടുന്നു, മൂപ്പര് തുറന്നോട്ടെ. അപ്പൊ ഞാൻ ദ്വാരിക്കൂലാണ്. അപ്പൊ അളിയനൊരു പേടി. അളിയൻ പറഞ്ഞു ഞാനും ദ്വാരിക്കൂല. എന്നാ പിന്നെ ഡ്രൈവർ വരുന്നോട്ടെ അറിഞ്ഞു. ഞാൻ നമ്മുടെ ഡ്രൈവർ ഉണ്ട്, ഒരു പായിപ്പത്തി, ആ ചങ്ങായി ദ്വാരനോട്ടായിരുന്നു. അപ്പൊ ഓന് ദ്വാരിക്കാൻ പിടിയാനും ഇല്ല. പിന്നത്തെ കാട്ടുക. അപ്പൊ അമീർ പറഞ്ഞു ബാക്കി പിന്നെ ദ്വാരിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കി മഹാന്മാരെ മുമ്പിൽ ഉറക്കനം ദ്വാരുന്നത് കുഴപ്പാവൂല എന്നുള്ള മയനെ വെച്ചിട്ട് ഞാൻ തന്നെ ദ്വാരുന്നു. ദ്വാരുന്നപ്പോ 1-2 അവിടുത്തെ ആൾക്കാരെ കാമ്യം പറയും നമ്മളൊപ്പം കൂടി. അപ്പൊ ഷാഫി ഇമാമിന്റെ മഖ്ബറിൽ അത്ര ശാന്തതയാണ്.
നേരെ മറിച്ച് ഞങ്ങൾ നഫീസ് ബീവിന്റെ മക്കബറയിൽ പോയി. പിന്നീട് നഫീസ് ബീവിന്റെ മക്കബറ അവിടുന്ന് 83 കിലോമീറ്റർ ഉണ്ട്. ഷാഫി ഇമാമിന്റെ മക്കബറ അവിടെ പോയി നോക്കുമ്പോൾ നഫീസ് ബീവിന്റെ മക്കബറയിൽ പോയി നോക്കുമ്പോൾ റഹ്മാനായ റബ്ബേ 1,600 ആള് മക്കബറ ചുറ്റുഭാഗത്തും ആണുങ്ങൾ, അതിന്റെ പുറത്തൊരു 12,500-3,000 സ്ത്രീകൾ, ആ നാട്ടുകാരായ പെണ്ണുങ്ങൾ ഇരുന്നിട്ട് വമുന്തോ അൽസംതു കരിമദാഇഹു വജതുഹു ലി ഖലാ സി ഖൈറ മുൽതസിമി. ഇമാം ബൂസൂരി തങ്ങളുടെ ബുർദ ബൈത്ത് അവിടെയുള്ള 60, 70, 80 വയസ്സുള്ള ഉപ്പമാർക്ക് മുഴുവനും കാണാതെ അറിയാം. അങ്ങനെ സുഹൃത്തുക്കളെ, അവരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ബുർദ ബൈത്ത് 163 വരിയും ചൊല്ലിയിട്ട് നഫീസത്ത് ബീവിന്റെ മഖബറയിൽ വല്ലാത്ത പ്രാർത്ഥന തന്നെ. അപ്പൊ അപ്പുറത്തുള്ള സ്ത്രീകള് അതാ ഏർവാടി, മുത്തുപേട്ട, നാവൂര് പോയ പോലെ മാനസിക രോഗികളായ പെണ്ണുങ്ങൾ ഇങ്ങനെ നെഞ്ചത്തടിച്ച് ശബ്ദമുണ്ടാക്കുന്നു. അപ്പൊ അദ്ദുസ്താദ് ഞങ്ങളോട് പറഞ്ഞൊരു വാക്കുണ്ട്, നഫീസത്ത് ബീവിന്റെ മഖബറയെ പറ്റിയൊരു കിതാബിലുണ്ട് പോലും. നഫീസത്ത് ബീവിന്റെ യാറത്തുങ്ങൾ ചെന്നാൽ മഹദി ജീവിച്ചിരിക്കുന്ന കാലത്ത് ആ മഹദിന്റെ അടുത്ത് പല മാനസിക രോഗികളും വന്ന് ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ആ മഹദിയുടെ വഫാത്തിന്റെ ശേഷവും ആ മഖബറയില് അതുപോലെ തന്നെ ശബ്ദകോലാഹലങ്ങളാ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ജീവിച്ചിരിക്കുമ്പോ ഒരാളും ചെരുപ്പിട്ട് ഉറക്കന ഭൂമിയിൽ ചവിട്ടുകയില്ല. ചെരുപ്പ് ഊരി വെച്ചിട്ട് ഉസ്താദിനെ കാണാൻ പോകുള്ളൂ. അതുപോലെ ഷാഫി ഇമാമിന്റെ മരണശേഷവും ആ മഖബറയില് അത്രയും നിശബ്ദരാണ്. ആ ഷാഫി ഇമാം ചെറിയ 7 വയസ്സ് പ്രായത്തിൽ ഖുർആൻ മനപ്പാഠമാക്കി 8ാമത്തെ വയസ്സിൽ മാലിക് ഇമാമായ ഉസ്താദ് ഉണ്ടാക്കിയ മുവത്ത എന്ന കിതാബ് കാണാതെ പഠിച്ചു. ആ ഷാഫി ഇമാമിന് 6.5 വയസ്സ് പ്രായമുള്ളപ്പോൾ اللهم صل على محمد يا رب صل عليه وسلم. അങ്ങനെ നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ച് നമ്മൾ ഒരുപാട് ദിക്ർ ചൊല്ലി ക്ഷീണിച്ചിരിക്കുന്നവരാ, സ്ത്രീകളും തന്നെ കുഴങ്ങിയവരാ. ഞാൻ പ്രസംഗിച്ച് പിന്നെ എനിക്ക് ക്ഷീണിക്കണ പരിപാടിയില്ല. നിങ്ങൾക്ക് എത്ര ആവേശമുണ്ടോ അത്ര സമയം ഞാൻ സംസാരിക്കും. പക്ഷേ നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച രാത്രി ബറാഅത്ത് രാവാണ് എന്ന് ഉസ്താദ് ജുമുഅന്റെ ദിവസം ഇന്ന് വാദിൽ പറഞ്ഞിട്ടുണ്ടാവും. തിങ്കളാഴ്ച രാത്രി 14-15 രാവിലെ. അപ്പൊ തിങ്കളാഴ്ച രാത്രിയാണ് നമുക്ക് ബറാഅത്ത്. ഇൻഷാ അല്ലാഹ് നോമ്പ് നോൽക്കേണ്ടത് ചൊവ്വാഴ്ച പകലില്. അതെന്ത്, അതിന് തെളിവുണ്ടോ? എല്ലാവരും തെളിവയ്ക്കല്. അതിന് തെളിവാണ് ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. കുട്ടികളെ, മുതഅല്ലിമീങ്ങളെ എഴുതി വെച്ചോളി, പഠിച്ചു വെച്ചോളി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസാണ്, ഇദാ കാനത്ത് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ ഫഖൂമൂ ലൈലഹാ വസ്സൂമൂ യൗമഹാ. സ്ത്രീകളൊക്കെ കേട്ടോ, 3 യാസി മറക്കണ്ട. ഈ ഇൻഷാ അല്ലാഹ് മാർച്ച് മാസത്തിലാണ് ഗവൺമെന്റിന്റെ ബജറ്റ് അവതരിപ്പിക്കുന്ന മാസം. മാർച്ചിലാ എല്ലാ കണക്കും ശരിയാക്കേണ്ടത്. റോഡ് പണിയും തോടുപണിയും പാലത്തിന്റെ പണിയൊക്കെ നടക്കലെന്നാ മാർച്ച് ആകുമ്പോൾ പൂർത്തിയാക്കണം, എല്ലാ കണക്കും കൊടുക്കണം എന്നാ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബജറ്റ് അവതരിപ്പിക്കുന്ന മാസം ശഅബാൻ 14 രാത്രിയിലാണ്, 15 അന്ന്. അത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സ്ഥാപിച്ചതാ, മൗലവിമാര് പറഞ്ഞതല്ല, ഖുർആനിൽ പറഞ്ഞതാ. ഇന്ന് ഖുതുബയിൽ ഓതിയ ആയത്താണത്. നമ്മളെ നബാത്തിയ ഖുതുബല്ലേ, ആ നബാത്തിയ ഖുതുബിന്റെ അവസാനത്തിൽ ഇന്ന് 2ാമത്തെ വെള്ളിയാഴ്ചന്റെ ഖുതുബയൊക്കെ ഓതിക്കുക. അല്ല ഉസ്താദേ, നിങ്ങളാ ഓതിയത്? എന്താ പറഞ്ഞത്? ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറകാ. എന്താ പറഞ്ഞത്? ഇന്നാ അൻസൽനാഹു
നിശ്ചയമായും വിശുദ്ധ ഖുർആനിനെ നമ്മൾ ഇറക്കിയിരിക്കുന്നു ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്താക്കപ്പെട്ട ബറാഅത്തിന്റെ രാവ് എന്ന് പറയുന്ന രാത്രിയിലാണ് നമ്മൾ ഖുർആൻ ഇറക്കിയത് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയും ഉസ്താദേ, നമ്മൾ അൽ-കഹ്ഫ് സൂറത്തിന്റെ തുടക്കത്തിലില്ലേ എന്ത് വലം യജ്അൽ ലഹു ഇവജാ, ഖുർആനിലുള്ള ഒരാശയം മറ്റൊരാശയത്തോട് എതിരാവുകയില്ല. അപ്പൊ ഇങ്ങനെ മുമ്പ് നമ്മൾ ഖുർആനിലൊക്കെ മൗലവിമാര് വയന്ന് പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രി റമദാനിക്കാണ് ഖുർആൻ ഇറങ്ങിയതെന്നല്ലേ. ഇപ്പന്തേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞു ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ബറാഅത്ത് രാവിലാണ് ഖുർആൻ ഇറങ്ങിയത്. അത് രണ്ടും പാടെ വൈരുദ്ധ്യമായില്ലേ? ഒരു വൈരുദ്ധ്യവുമില്ല. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ബറക്കത്താക്കപ്പെട്ട രാത്രി എന്ന് പറഞ്ഞാൽ ബറാഅത്ത് രാവ്. ഈ ബറാഅത്ത് രാവ് അതായത് ശഅബാൻ 14 രാത്രി 15ാമത്തെ രാവ്. ആ രാവിലെ വിശുദ്ധ ഖുർആനിനെ അല്ലാഹു തആല ഒറ്റഘട്ടമായി ലഹുൽ മഹ്ഫൂദിലേക്ക് ഇറക്കി. അപ്പൊ ലഹുൽ മഹ്ഫൂദിലേക്ക് പടച്ച റബ്ബ് ഒന്നായിട്ട് 30 ജുസും ഇറക്കിയത് ബറാഅത്ത് രാവിലാ. പിന്നെ റമദാൻ 27ാം രാവിലോ അതല്ലെങ്കിൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങി എന്ന് പറഞ്ഞത് ഹബീബായ നബി തങ്ങൾക്ക് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യരായ നമ്മളിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലാണ്. പടച്ച റബ്ബ് അതാ ലൗൽ മഹ്ഫൂദിലേക്ക് ഇറക്കിയത് ബറാഅത്ത് രാവിലാൻ. എല്ലാത്തിനും വജ്ഹുണ്ട്. ഒരു തല കാണുമ്പോൾ നമ്മ കൂടരുത്. എല്ലാത്തിനും നിങ്ങൾ അതിന്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഒക്കെ ഓതി നോക്കുമ്പോ ശരിക്കും മനസ്സിലാകും. അല്ലാഹു തആല നാഫിയായ ഇൽമു പഠിക്കാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. മുതഅല്ലിമീങ്ങളെ, എന്താ സാധാരണക്കാരെ, എന്റെ സഹോദരിമാരെ, 3 യാസീന് അത് നമുക്കൊക്കെ സിമ്പിളായി ഓതാൻ പറ്റിയതാ. 4 മിനിറ്റും 49 സെക്കൻഡുമാണ് ഒരു യാസീൻ ഓതാൻ വേണ്ടത്. 5 മിനിറ്റ് വേണ്ട, 4 മിനിറ്റും 49 സെക്കൻഡ്. അങ്ങനെ നിങ്ങൾ അങ്ങനെ പറയാന്ന് പണ്ട് മറ്റേ ഇയാള് പറഞ്ഞ മാതിരി കൂറ്റമ്പാറിനോട് ചോദിച്ചു ഒരാള് കുന്നിന്റെ മുകളിൽ കോട്ടപ്പടിയേക്ക് എത്ര മിനിറ്റ് നടക്കാണ്ടാവും? മൂപ്പര് മുണ്ടിയില്ല. പിന്നെയും ചോദിച്ച് മോചനെ എത്ര ഉണ്ടാവും കുന്നുമെന്ന് മറുപടി. അതിൽ ഇയാള് 3ാമത്തെ വട്ടം ചെങ്ങേമോട് ചോദിച്ചാൽ മറുപടിയും കിട്ടൂല എന്ന് എത്ര നടത്താ. അപ്പൊ ബൈത്താലം വണ്ടിട്ട് പറഞ്ഞു കാക്ക ഈ പോക്ക് പോയാ 10 മിനിറ്റ്. കാരണം ഈ ചോദിക്കണ മനുഷ്യനെ നടത്തതിന്റെ സ്പീഡ് നമുക്കറിയില്ല. അപ്പൊ അത് മൂപ്പര് നടത്തം കണ്ടപ്പോ മനസ്സിലായി ഇങ്ങനെ പോയാൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. അതല്ല വെല്ലങ്ങനെ ആ പോട്ടർഷ പോണ മാതിരി പോയാലോ ഒരു അരമണിക്കൂറും ആവും. അത് പറഞ്ഞു കൊടുക്കാൻ അയാൾ ആദ്യം മറുപടി പറയാതെന്ന് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ 4 മിനിറ്റും 45 സെക്കൻഡും ഓത്ത് 3-4 മോഡലുണ്ട്. നമ്മൾ ഈ മറ്റേ നെഹവിന്റെ ഗ്രാമർ പഠിച്ച ബുക്കില്ലേ, നെഹവല്ല നമ്മൾ ഈ തജ്വീദ് പഠിച്ച കിതാബില്ലേ, ഞാൻ എല്ലാ തജ്വീദിന്റെ കിതാബും പഠിച്ചതാ. എന്തുകൊണ്ട് ബാക്കിയാത്തിൽ വലിയൊരു കോഴ്സ് ഉണ്ട് അതിനും വേണ്ടി മാത്രം. അങ്ങനെ 380 ആക്കൊരു വലിയ പരീക്ഷ. അതിൽ പാവപ്പെട്ട ഈ വെളിയവനായി എനിക്ക് 3ാം സ്ഥാനം കിട്ടി. അപ്പൊ നിങ്ങളേക്കും നിങ്ങൾക്ക് 3ാം സ്ഥാനം കിട്ടിയത് ചെങ്ങന്മാരെ 3ാം സ്ഥാനം 30 ആളെ കൂട്ടുന്നല്ല 300 ആളെ കൂട്ടുന്ന. എന്റെ മോക്ക് ഏറ്റവും പരീക്ഷയിൽ മാർക്ക് ഇപ്പം മദ്രസിൽ എന്റെ മോക്കാണ് ഏറ്റവും തോന മാർക്കിന്റെ മകൾക്കാ 10ാം ക്ലാസ്സിൽ. അപ്പൊ ഞാൻ ചോദിച്ചു അവളോട് അതെന്താ എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടാൻ കാരണം? എല്ലാ കുട്ടികളും പൊട്ടന്മാരാണ്, എന്റെ കാടിയും പൊട്ടന്മാരാണ്, അതുകൊണ്ട് നോക്കിട്ടിയതാ, അല്ല ഓള് ബുദ്ധിയുള്ളതായിട്ടല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ വിചാരിക്കും 3ാം സ്ഥാനം തീയാക്കി കിട്ടിയെന്ന്. 3ാം സ്ഥാനം കുറെ ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കൂട്ടത്തിനായി ഓതുണ്ട്. അപ്പൊ അതുകൊണ്ട് ശരിക്ക് തജ്വീദിന്റെ നിയമം കൂടി നമ്മൾ ദർസിലൊക്കെ പഠിപ്പിക്കണം. ഞാനൊക്കെ പന്താരങ്ങാടി പഠിക്കുമ്പോൾ 4 കൊല്ലം വലിയ താടിയുള്ള രായും കുട്ടിയേച്ചിണ്ട് പന്താരങ്ങാടിയിൽ. അയാൾ നല്ല ഖുർആൻ പണ്ഡിതനാണ്. അയാൾ തജ്വീദിന്റെ വലിയ ഹെഡ് ഓഫീസാ. അയാൾ എല്ലാ തിങ്കളാഴ്ചയും ബുധനാഴ്ചയും 2 ദിവസം രാവിലെ 9 മണിക്ക് വന്ന് സബക്കെടുക്കും. അങ്ങനെ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഏറ്റവും തജ്വീദിന്റെ ഉസ്താദായിട്ട് ഹനീഫ സഖാഫി ആനമങ്ങാട. അതാരാ? എന്റെ ശരീക്കാണ്. എന്റെ ഉസ്താദിന്റെ കൂടെ ദർസിൽ ഞങ്ങൾ വന്ന പിന്നെ അൽഫിയ കാനാവ അഖവാത്തുഹ മുതൽക്ക് ബൈലാവിയും മുല്ലാസനും ഒന്നിച്ചോതി മൂപ്പര് വാക്യാത്തുക്കും പോയി, ഞാൻ വാക്യാത്തുക്കും പോയി, മൂപ്പര് മർക്കസുക്കും പോയി. ആ മർക്കസിലെ ഉസ്താദ് ആരാ ചോദിച്ചു നോക്കേണ്ടി. തജ്വീദിന്റെ ഏറ്റവും നല്ല ഖിറാഅത്ത് ആരാണ്? ഹനീഫ സഖാഫി ആനമങ്ങാട്. അത് മുനീർ വാക്കിഫിന്റെ ശരീക്ക. ഞങ്ങൾ 2 ഉസ്താദ് ആരാ? പന്താരങ്ങാടി രായിൻകുട്ടിയേജിയ. ഈ രായിൻകുട്ടിയേജി ആള് റെയിൽവേ സ്റ്റേഷനിൽ പണിക്കാരനാ. പക്ഷെ അയാൾക്ക് ഖുർആനിലെ തജ്വീദ് ഭയങ്കരമായിട്ട് അറിയാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്തോളി, ഞാൻ ഫോൺ വിളിച്ചുതരാം. ഇൻഷാ അല്ലാഹ് ഒരു മാസത്തിൽ 2 ക്ലാസ് ആയിക്കോട്ടെ. ഇങ്ങോട്ട് നല്ല ഈ ഖുർആൻ ഓതി പഠിക്കുക. നാടന്മാർക്കും പറ്റും, മൗലവിമാർക്കും പറ്റും.
ഇത് നമ്മൾ തറാവിക്കൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലംതര കൈഫ ഫഅല റബ്ബുക ഒരു ഏമ്പളം വരാൻ കാരണം എന്താ? 9 പൊറാട്ടയും പോത്ത് അടിച്ചേക്കുണ്ട്, പിന്നെ 1 കിലോ പൈനാപ്പിള്, മുന്തിരി, ഓറഞ്ച് ഇതെല്ലാം പാടെ അടിച്ച് കയറ്റി ഫില്ലാക്കി വന്നിട്ട് ഇപ്പൊ ഒരു ഓത്ത് പോതാണ്ട് റഹ്മാനായ റബ്ബേ ഓന്റെ കൈ വെച്ചക്കണ്ടോടെ മേറാബിമ്മല് പാത്രം വെച്ച മാതിരി ഇപ്പട അത്ര വലിപ്പമുള്ള പള്ള കൊമ്പാക്കിയിട്ട് ഇപ്പൊ ഇങ്ങനെ ഏമ്പളിടുക. ഇത് ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിലേ ചടപ്പന്മാര് ഒരു നോമ്പിന്റെ ക്ഷീണം നോറ്റേക്കാണ്. ഇതൊരു ഓത്ത് രസമില്ല, അപ്പൊ നിസ്കരിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നല്ല ഗുമ്മിൽ ഓതിയൊക്കെ വേണ്ടി അവന്റെ വാപ്പ മണിയായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അങ്ങനെയാണ് നല്ല ഗുമ്മിൽ. എന്റെ ഗുമ്മില്ല, ഗുമ്മുള്ള ആളെ കൊടുന്ന് ഓതണമെന്നാ പറയുന്നത്. അങ്ങനെയുണ്ട് ഗുമ്മിൽ ഓതി വെക്കുമ്പോ ഞമ്മക്ക് 3/4 മണിക്കൂർ നിസ്കരിച്ചാലും 1 മണിക്കൂറായാലും തറാവി പോയത് അറിയില്ല. ഞാൻ എന്റെ സ്വന്തം ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്, വരണ മുറ്റത്ത് വന്നാൽ കാണാം. സ്വന്തം ഉണ്ടാക്കിയ പള്ളിയാ, കമ്മിറ്റി ഒന്നുമില്ല, ഞാൻ തന്നെ എല്ലാം. അവിടെ ഞാനൊരു ആഫിദിനെ ഇമാമാക്കി. ഞാൻ സംബളം കൊടുക്കട്ടെ, ഒരു മനുഷ്യൻ കൊടുക്കണില്ല, ഞാൻ മാത്രം സംബളം. ഈ കൊല്ലം ഒരു ആഫിദിനെ ബുക്ക് ചെയ്തു. അവിടെ 45 ആക്കി നിസ്കരിക്കാനുള്ള പള്ളി വലുപ്പമുള്ളൂ, കാരണം എന്റെ ചികിത്സാ റൂമിന്റെ മേലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ഒക്കെ ഒരു ഹാഫിദ് ഞാൻ 3 കുട്ടിനെ ഞാൻ കൊടുന്ന് ആദ്യം ഒന്ന് ഓദിപ്പിച്ച് നോക്കിയിട്ട് ഞാൻ തെജീവിത് അറിയണ്ടോ നോക്കിയിട്ട് അവിടെ ഇമാമാക്കിയിട്ടുണ്ട്. അവിടേക്ക് കുട്ടികൾ മുഴുവൻ നിസ്കരിച്ചാൻ വരിക. എന്താ ആ ആവേശം, ഒരു പേജ് റക്കായത്തിൽ ഓതുന്നുണ്ടെങ്കിലും നമ്മൾ ആ നിസ്കാരത്തിന്റെ ഇൻട്രസ്റ്റ് അറിയില്ല. അപ്പൊ എന്താ ഖുർആനിൽ ലയിച്ചു പോവും. മറ്റത് ഈ ചങ്ങായി ഇങ്ങനെ ചടപ്പുള്ള ഓത്ത് ഓദിക്കാണ്ട് ശമ്പളമാണ് ഈ കുറവും. ആയിക്കൂടെ ഓതുമ്പോ ഞാൻ ഇവിടെ ഈ തലശ്ശേരിയല്ലാത്ത നമ്മളെ ആലുവയിൽ ഞാൻ വേദന പോയി. തങ്ങവാപ്പി ഉണ്ട് റഹ്മാനെ റബ്ബേ. അവിടെ ഏസാക്ക് നിൽക്കാൻ കയറിയ പള്ളിക്കല് പള്ളിയ ടൗൺ പള്ളി. ഏസാക്ക് നിൽക്കാൻ കയറി വെക്കുമ്പോൾ അവിടുത്തെ ഇമാമിന്റെ നിസ്കാരം പയച്ചു. ഞങ്ങൾ ബാക്കിലുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. നിസ്കാരം പയച്ചു. ഏസാക്ക് 3ാമത്തെ റക്കാത്ത് സലാം വീട്ടി. സലാം വീട്ടി വെക്കുമ്പോൾ ഒരൊറ്റ ബാക്കിലുള്ള ഹംകളും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞില്ല. എല്ലാവരും ഇമാമിന്റെ കൂടെ 3ാമത്തെ റക്കാത്തിരുന്നു. ഒരു കാക്ക മാത്രം നീച്ചു. അയാൾ ഒറ്റയ്ക്ക് കേച്ചു സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ അല്ലാഹു അലം. അങ്ങനെ ചുരുക്കി പറഞ്ഞു. ഞാൻ പിന്നെ അതെനിക്ക് ഓർമ്മയില്ല, കാരണം നമ്മൾ ഈ വേദന പോയിട്ട് 5000 തരാ 10,000 തരാ മനസ്സിലായി നമ്മളെ മെമ്മറിയിൽ. അപ്പൊ അതുകൊണ്ട് നമുക്ക് റക്കാത്തിന്റെ എണ്ണ ഓർമ്മയില്ല. അതുകൊണ്ടാ പണ്ട് മുള്ളൂർക്കരൊക്കെ പറഞ്ഞിട്ടുണ്ട് 10,000 മാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് ഉറപ്പിച്ചാൽ പിന്നെ എത്ര തരാന്നുള്ള ബേജാറില്ലല്ലോ. അപ്പൊ അതേപോലെ നമ്മളിതിങ്ങനെ ബേജാറിൽ നിൽക്കേച്ച് എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ നാടങ്കാക്ക വാശി പിടിച്ച് പറഞ്ഞു നിസ്കാരം സലാം വീട്ടി. ഉസ്താദെ 3 റക്കയത്തെ ആയിട്ടുള്ളൂ, 4 ആയിട്ടില്ല. ഒരാൾക്കും ഉറപ്പില്ല. ഇയാൾ എറണാകുളത്തെ മെയിൻ കച്ചവടക്കാരനാണ്. അപ്പൊ ഈ ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ ഇത്ര കൃത്യമായി പറയാനുള്ള കാരണം എന്താണ്? അപ്പൊ അയാൾ പറഞ്ഞ നിങ്ങൾ, എനിക്ക് 4 ഷോപ്പുണ്ട് ഈ ടൗണില്. 3 ഷോപ്പിന്റെ കണക്ക് ഞാൻ 3 റക്കായത്തിലെടുത്തു, 4ാമത്തെ ഷോപ്പ് ബാക്കിയാണ്. അപ്പൊ അയാൾക്ക് നിസ്കാരത്തിലുള്ള ഇഖ്ലാസ് അല്ല. അപ്പൊ അയാൾ പറഞ്ഞു ശരിയാണ്, 4 റക്കായത്തിൽ ഞാൻ 4 കണക്കൂർ റെഡിയാക്കലുണ്ട്, പക്ഷെ 3 കട ആയിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോ എനിക്ക് ഉറപ്പാ 3 ആയിട്ടുള്ളൂ തന്നെ. പക്ഷെ സുബ്ഹാനല്ലാഹ് പറഞ്ഞ് നമുക്കൊരു ഉറപ്പ് മനസ്സിൽ കിട്ടണ്ടേ? ആരും മുണ്ടണില്ല. നമ്മൾ 9ാമത്തെ ഷോപ്പിലാ. നമ്മള് പിരിവേരം വന്നാ വിചാരിച്ചൂലേ? ഈ ബാക്കിലുള്ള ഹംക്കിലെത്താ പണിയും ഓൻ ശ്രദ്ധിക്കണ്ടേ? ഇമാമിന് തൊട്ട് ബാക്കിൽ നിൽക്കണ ചങ്ങായി ഓൻ ശ്രദ്ധിക്കണം എപ്പോഴാ അത് പറണ്ടീൻ. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്നൊക്കെ പറണ്ടീത് ബാക്കിലുള്ള ആൾക്കാരാ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ നീട്ടി പോകുന്നില്ല. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സലാം. അമ്മ കുരുക്കക്ക് ഞാൻ പോന്നപ്പോ വിളിച്ചിരുന്നു. അപ്പൊ കുരുക്കൾ പറഞ്ഞു, ഞാൻ ഗോവയിലാണ്, നിങ്ങൾ പ്രത്യേകം മുറുക്കി വരുന്നാളി. നമ്മളെ റമദാനിക്ക് പിന്നെ ബദരീങ്ങൾ ആണ്ടിനന്ന് ഇവിടെ നല്ല ബിരിയാണി വെക്കണ പള്ളി എന്നാ പേരെന്നെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കൊല്ലം നമുക്ക് 20 കിൻഡൽ ബിരിയാണി വെക്കണം. അപ്പൊ അത് നിങ്ങളെല്ലാരും നന്നാക്കി അരി തരണം. കുട്ടന്നെ ഇറച്ചിയും വേണം 10 കിലോന്. അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാർ മുതലാളിമാർ ഇവിടെ പഴയക്കാലത്ത് ഞാനിവിടെ ദർശത്തെ പള്ളി എനിക്കറിയാലോ ഇവിടുത്തെ ആൾക്കാരെ. എത്ര കുറച്ച് ആളായാലും ചോദിച്ചാൽ അവര് ബമ്പം തരല് തരും. പത്തമ്പാട് ഞാൻ പോയൊക്കെ നിങ്ങള് 5 കിൻഡൽ പോത്തും 9 കിൻഡൽ അരിയും എല്ലാ റബ്ബിൽ ലെവൽക്കും പിരിച്ചു കൊടുക്കും. ആ 150 ആളെ വെക്കുന്നത് എല്ലാ റബ്ബിൽ ലെവൽക്കും. ഞാൻ റബ്ബിലേക്ക് ഞാൻ ഉണ്ടാകലില്ല, കാരണം നമ്മൾ ദ്വീപിൽ വേദന പോകുമ്പോൾ ഞാൻ തരെ പങ്കെടുത്തിട്ടില്ല. പരിപാടിക്ക് ഞാൻ പിരിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ അതേപോലെ നമ്മളെ ഈ പള്ളിയിലും ആലുചുവട് പള്ളിക്കലും ഒക്കെ കൂലിപ്പണിക്ക് പോണ 300, 1000, 500 പണിക്കോണ ടീമാണ്. പക്ഷെ എന്നാലും പരിപാടി കൊളാകലില്ല. അത് എന്തോ ഒരു വലിയ ബറക്കത്ത് ഈ പള്ളിക്കുണ്ട്. അള്ളാഹു അത് നിലനിർത്തട്ടെ. ഞാൻ പോകുമ്പോ ഇവിടെ നല്ല ചോപ്പ് ടൈൽസ് ആയിരുന്നു ഇവിടെയൊക്കെ. ടി ക്യാംസിന്റെ കളറാ. ഇപ്പൊ വന്നു നോക്കുമ്പോ അല്ല വൈറ്റ് കളറായി, മിമ്പർ ഉസാറായി, ഹൗലു ഉസാറായി, അങ്ങേപ്പത്ത് സ്ഥലം കൂടി. ഭയങ്കര നസീബല്ല, ഞാൻ ദ്വയർന്ന് പോയതാ. ഒക്കെ ഭയങ്കര ബർക്കത്താ. അള്ളാഹു തആല ഈ ബർക്കത്ത് നിലനിർത്തട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു ഖൈറാക്കി തരും ഇതിനു വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ മോമിനീങ്ങൾക്കും. അപ്പൊ നമുക്കൊരു പിന്നെ ആചാര്യ കുറച്ച് അരിമാണ് നമുക്ക്. ഓരോ ചാക്ക് അരി ആദ്യം പറയാം, പിന്നെ കുറവ് വരികയാണെങ്കിൽ പിന്നെ ഡബിൾ ചാക്കി പിന്നെ പറഞ്ഞാൽ മതി. ഈ മൂല്യത്തെ തിരിച്ചാ ചങ്ങന്മാരെ എങ്ങനെ പിരിച്ചാൻ പറ്റുള്ളൂ? അത് ശരി, സുഫഹാക്കൾ ലോകം നിലക്കുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരാ മക്കളെ ഉദ്ഘാടനം ചെയ്യാ? ഒരു ചാക്ക് നെയ്ച്ചോറിന്റെ അരി ഒരു 3250 ഉറുപ്പ്യ വരുള്ളൂ. ആരാ തരിക? ഒരു ആടിനെ മൂപ്പര് തരും. ആട് ബിരിയാണി വക്കൽ ഇവിടെ പോത്തിന്
ആടും കോഴിയും ആ മിക്സ് ആക്കിയിട്ടാ വെക്കുക. ഇൻഷാ അല്ലാ ആടിനെ തന്നാൽ മാത്രം മതിയോ? ആട് നമ്മൾ നേർച്ചാക്കിയ ആടല്ലേ? അല്ലെ ആട് മുമ്പ് നേർച്ചാക്കിയതേക്കാരെ അതേപോലെ തന്നെ കണ്ടിൽ പോയിവാൻ പറ്റുമോ? എന്നാലും ചാക്ക അരി കെടുക്കാൻ ഇപ്പൊ പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ഒരാടിനിക്ക് 6500 റുപ്യ വില വരും. ചെറിയൊരു മിനിമം ആടാണെങ്കിൽ. ആടിനെ ഞാൻ കണ്ടിട്ട് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 3500 ഇല്ലേ, 6000 റുപ്യ വരും അല്ലേ? നല്ല വലിപ്പമുള്ള ആടാ, ഒരു 15 കിലോ ഉണ്ടാവും. അൽഹംദുലില്ലാ, കുഞ്ഞുമോനാജിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ ഒരു ആടിനിക്ക് പകരം അല്ലാഹു തആല 43 നല്ല ആരോഗ്യമുള്ള വേറെ ആടിന് അല്ലാഹു കൊടുക്കട്ടെ. ഒരു ചാക്ക് അരിയും മഹാനവർ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ എല്ലാവിധ ശാരീരിക മാനസിക രോഗവും അല്ലാഹു ശിഫയെ കൊടുക്കട്ടെ. ഭാര്യക്ക് അല്ലാഹു ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ മക്കളെ ബിസിനസ്സിൽ അല്ലാഹു പുരോഗതി കൊടുക്കട്ടെ. ആ ഇനി ആരാ ഒരു ചാക്ക് പറയാ? മോനെ എഴുതുന്നില്ലേ? ആരാ എഴുതുണ്ട്? ആ നമ്മളെ മുക്രി ഉസ്താദ്, റാഫി ഉസ്താദ്. അൽഹംദുലില്ലാ, ആളുകൾ തല്ലുമുടി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞോട് ഇത് ചോദിച്ചാൽ നിൽക്കുകയാണ് തരാന്. ആരാ നമ്മളെ കണ്ണാട ചാള പേര്? സൈതാലാക്ക. ഞാൻ പേര് 3 മറന്നുപോയി. കാരണം ഞാൻ ആ പേരിന്റെ സ്ഥാനത്ത് നമ്മുടെ അള്ളാന്റെ അസ്മാഉൽ ഹുസ്ന പഠിച്ചുകൊണ്ടിരിക്കുക. പറയ് സൈതാലാക്ക. പിന്നെ അടുത്ത ആള് അൽഹംദുലില്ലാ മജീദാക്ക. മജീദാക്കനെ മുമ്പ് കണ്ടിട്ടില്ലേ? അൽഹംദുലില്ലാ, അബ്ദുൽ മജീദ്. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബ്ദുൽ മജീദിക്ക് അള്ളാഹു തആല 9 മക്കളെ കൊടുക്കട്ടെ. ഇപ്പൊ എത്രണ്ണായി? 3. ഇനി 6 പാടെ തെറ്റേ. എന്താണ് കുട്ടികൾ ചോദിച്ചോളൂ? നല്ല സോലിയായ കുട്ടികളുണ്ടായിക്കോട്ടെ, കായുണ്ടായിക്കോട്ടെ. ഞാനാ നമ്മളെ റൈമുജലെ കാര്യത്തിൽ സലാമാക്കാം. ഒക്കെ പാവങ്ങളാണ്, കായ് വല്ലാന്നില്ല. അള്ളാഹു തആല ഏറ്റി കൊടുക്കട്ടെ. വലിയുള്ളായി വെള്ളം വേണം. ഞാനാ അൽഹംദുലില്ലാ, നമ്മളെ പിന്നെ മോട്ടോർ നമ്മളെ നിസാറിന്റെ അനിയൻ അല്ല ജ്യേഷ്ഠനാണല്ലേ? അൽഹംദുലില്ലാ, കുഞ്ഞിപ്പാജ മൂപ്പരെ വാപ്പ അടുത്ത് മരിച്ചതാണ്. ഒരു 3 ചാക്കാരി വേറെ പറയും. ഇപ്പൊ ആദ്യം ഒരാൾ പറഞ്ഞിരിക്കണ് എനിക്കാണി പോലെ വാപ്പാന്റെ ഖബർ അല്ലാഹു സ്വർഗത്തോപ്പായി കൊടുക്കട്ടെ. ഞാൻ പൊന്നാനി വേദന എപ്പോഴും പ്രത്യേകം ദ്വാരുന്നേക്കണ്. കാരണം മക്കള് സുന്നത്തി ജമാഅത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന അവരെ വാപ്പല്ലേ. അപ്പൊ ആ വാപ്പാക്ക് നല്ല അക്കൗണ്ടിക്ക് നല്ല സംഭവം കിട്ടും. അതേമാതിരി നമ്മളെ മക്കളെയൊക്കെ നന്നാക്കിക്കോളിങ്ങള്. എല്ലാ ദീനീ രംഗത്ത് നമ്മളെ മദ്രസ നിലനിൽക്കാന്, പള്ളി നിലനിൽക്കാന്, ദർസ് നിലനിൽക്കാന് ചെറുപ്പക്കാരായ കുട്ടികൾ രംഗത്തിറങ്ങിയിട്ട് അധ്വാനിച്ചിട്ട്. ഇപ്പൊ മിഞ്ഞാന്ന് ഞാൻ യോഗത്തിൽ പങ്കെടുത്തു SSFന്റെ. എന്റെ നാട്ടിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, 10-30 ആൾക്കാരെ SSFന്റെ കുട്ടികളുണ്ടാവുള്ളൂ. 1 റുപ്യ ഒരു ദിവസം ഒരു കുട്ടി തരണമെന്നാ. അങ്ങനെ ഒരു മാസം 30 റുപ്യ പരിസംഖ്യ ഉണ്ടാക്കി എല്ലാവർക്കും ലിസ്റ്റ് കൊടുത്തു. അതെന്തിനാണത്? ആ 1 റുപ്യ ഒരു ദിവസം നമ്മളെ അക്കൗണ്ടിൽ നിന്ന് സുന്നത്തി ജമാഅത്തിന് ചെലവാക്കുക എന്നുള്ള നിലക്ക്. അപ്പൊ അങ്ങനെ നിങ്ങൾ ദീനിനു വേണ്ടി രംഗത്തിറങ്ങുക. അല്ലാഹു തആല നമ്മളെ ദീന് നമ്മളെ കൊണ്ട് അല്ലാഹു തആല ഇസ്സത്തിലാക്കി തരട്ടെ, നമ്മളെ ചെറുപ്പക്കാരെ കൊണ്ട്. ഞാൻ മക്കളെ വേമ്പേമേം പറഞ്ഞില്ല, പെട്ടെന്ന് പറഞ്ഞു തരണം. ഓരോ ചാക്ക് 33 ചാക്ക് വേണം. എങ്ങനെ പരിപാടിക്കുള്ള മൊത്തം നെയ്യ് ഒരു 15 കിൻഡല്. അൽഹംദുലില്ലാ, ഉസ്സങ്കാക്ക. അല്ലാഹു തആല ഉസ്സങ്കാക്കാക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അയാൾ എല്ലാ വക്തിലും ജമാഅത്തിന് വരുന്ന മനുഷ്യനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ എല്ലാവിധ വിഷമവും അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മക്കൾക്ക് നല്ല ഉയർച്ചയും പദവിയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാനാ പച്ചക്കറി നമ്മളെ ആവശ്യമായ എല്ലാ തക്കാളി, വെണ്ടക്ക, പയറും ഒക്കെ സാധനങ്ങള്, മുളക്, കൊത്തമ്പാരി, മഞ്ഞപ്പൊടി കൂടില്ലേ? അത് മുഴുവനും നാസറാക്കോടെ നാസറാക്ക നമ്മളെ പഴയ കോൺട്രാക്ടറാണ്. ഞാൻ ഇപ്പൊ ചോദിച്ചു മൂപ്പരോട് പണി എന്താണ്. ഇപ്പൊ കായ്മാറ്റി പണിയൊന്നുമില്ല, കായ് ഇങ്ങനെ വെറുതെ തരാണ് ആൾക്കാർ. അപ്പൊ ആദ്യം കുറെ കാലം പണിയെടുത്ത് നയിച്ചപ്പോ ഇപ്പൊ പകൽ വെറുതെ കൊടുന്നു തരിക. അപ്പൊ അല്ലാഹു തആല അദ്ദേഹത്തിന് ബിസിനസ്സിൽ അല്ലാഹു പുരോഗതി പ്രദാനം ചെയ്യട്ടെ. അപ്പൊ പച്ചക്കറിയായി എത്ര ചാക്ക അരിയായി? 5 ആയിട്ടുള്ളൂ. 5 ചാക്ക അരിയാണ് 2 കിൻഡൽ ആയിട്ടുള്ളൂ. എന്റെ പേരിൽ നേർച്ചക്കൊക്കെ 6 കിൻഡല് പറഞ്ഞി. ഞാനാ അൽഹംദുലില്ലാ, റൈമോജിന് നാളെ ഉംറക്ക് പോവാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് 10 ഉംറന്റെ പ്രതിഫലം അല്ലാഹു കൊടുക്കട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മക്കള് മൂല്യന്മാരാണ്, നല്ല നാഫിയ ഇൽമു പഠിച്ചുകൊണ്ട് വലിയ പേരോട് ഉസ്താദിനെക്കാട്ടിയും വലിയ പ്രഭാഷകന്മാരെ അല്ലാഹു ആക്കി കൊടുക്കട്ടെ. ഒരു ചാക്കാരി മൂപ്പരും. ഞാനാ പെണ്ണുങ്ങളെ മനസ്സിലുണ്ട്. പെണ്ണുങ്ങളെ വിട്ടുകൊണ്ടിരുത്ത പോത്തൽ കായിരുമോ? ഇവിടെ കുട്ടികൾ പോയേക്കാ 3 ആരവിടെ പോകാൻ പറ്റിയ കുട്ടികളിൽ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക്. ഇവിടുത്തെ താത്താര് വളരെ സൂപ്പറായി, നമ്മളെ മറ്റുള്ള നാട്ടുമാതിരിയല്ല. പെണ്ണുങ്ങൾ വളരെ സൂപ്പറായി. പത്തമ്പാട് സ്കൂളിലും മദ്രസയിലൊക്കെ പോയാൽ പെണ്ണുങ്ങൾ നന്നമാനം പൈസ ചെയ്തു. മോനെ ഒരു അവിടെ ആളുണ്ടാ? ആളുണ്ടെങ്കിൽ ഓണ് പേരന്റെ ഉമ്മമാരെ, സ്ത്രീകളെ, നിങ്ങളുള്ള വകയായിട്ട് നമ്മളെ ഈ മഹത്തായ റമളാനിൽ ബദരീങ്ങൾ ആണ്ടിന്റെ അന്ന് കൊടുക്കുന്ന
ഭക്ഷണത്തിലേക്ക് ആരും ഒരു മുറുക്ക് പൊടി ഭക്ഷണം കഴിച്ച അൽഹംദുലില്ലാഹ് ആ റമദാൻ 17 ബദർ ശുഹദാക്കൾ ഷഹീദായ ആ ദിവസത്തില് നമ്മളിവിടെ ദുആ നടത്തുമ്പോൾ ആ ദുആയിൽ പങ്കെടുക്കാൻ വേണ്ടി അൽഹംദുലില്ലാഹ് നമ്മളെ ഉമ്മമാര് എത്ര ചാക്ക് അരിയാണ്, ഒരു 10 ചാക്ക് സ്ത്രീകൾ പറയാ, ആ ലിസ്റ്റ് വേഗം കൊണ്ടുവരിക. 10 സ്ത്രീകളെ പേരിൽ എഴുതിയിട്ട് കൊണ്ടുവരിക. അവർക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രത്യേകമായി ദുആയിരിക്കും. നമ്മളെ ഈ വയല് പല രാജ്യത്തുള്ള ആൾക്കാരും കേൾക്കുന്നുണ്ട് ലൈവായിട്ട്. ഞാനാ മക്കളെ അരിച്ചാക്കാരഞ്ഞി പറയാൻ കമ്പള്ളൂര് കൗസർ, അൽഹംദുലില്ലാഹ് നമ്മളെ കൗസർ പച്ചപ്പാവാണ്, അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ഒരു ചാക്കാരി അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനാ ഹംസാക്ക പറയണ്ട, ബാപ്പി മോനും പറഞ്ഞാ മോശാവോ? ഞാനാ പറഞ്ഞു മക്കളെ, സംശയിച്ചുകൊണ്ട് നിൽക്കണ്ട. ഇപ്പൊ കൊടുത്താൽ ഇന്ന് കൊടുത്ത കൂലി വേറെയാണ്. ആരാണ്? ഷമീർ. പഴയ ഗൾഫാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. 100 റുപ്യക്ക് അല്ലാഹു ലക്ഷങ്ങളെ ബർക്കത്ത് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. ഞാനാ ഒരു ചാക്കും കൂടി, ഒരു 10 ചാക്കായ നമുക്ക് ആണുങ്ങൾക്ക് നിർത്താം, പിന്നെ പെണ്ണുങ്ങൾക്ക് 10-20 ആയില്ലേ. ഞാനാള് ഒരു 3200 റുപ്യ അൽഹംദുലില്ലാഹ് കൊടുത്തു നോക്കി. നിങ്ങള് ഒരു ചാക്ക് അരിയില് 3,63,000 മണി ഉണ്ടാവും. നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ അതും എണ്ണിയാണ്, അതൊക്കെ എണ്ണിയോക്കണേ. ആ ഓരോ മണിയും തിന്നുന്ന ആളുകൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അത്ര എണ്ണം കണ്ട് അല്ലാഹു തആല നിങ്ങളെ അക്കൗണ്ടിലേക്ക് തരുന്ന. അതാണ് ബറാത്തിന്റെ അന്ന് 3 യാസീൻ ഓതിയാൽ 1 ആയുസ് നീളും, 1 ഭക്ഷണം വിശാലമാകും, 1 മുഅ്മിനായിട്ട് നല്ല ഈമാനോട് കൂടി മരിക്കാൻ പറ്റുന്ന. അൽഹംദുലില്ലാഹ് പാവപ്പെട്ട മനുഷ്യനാണ് കുഞ്ഞൽബിയാക്ക. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ മക്കളെ നല്ല ഉഖറവിയായ പണ്ഡിതന്മാരാക്കട്ടെ, ആഫിയത്തും ആരോഗ്യം ഏറ്റിക്കൊടുക്കട്ടെ, സാമ്പത്തികത്തിൽ അല്ലാഹു വലിയ വർധനവ് ദാനം ചെയ്യട്ടെ. കുഞ്ഞൽബിയാക്ക ഒരു ചാക്ക്. എന്താടാ പോയിട്ട് പറഞ്ഞ് ഞാൻ പറ പറഞ്ഞു കല്യാണം പറയാൻ വന്ന ലിസ്റ്റ് പേപ്പറും പെന്നും കൊടുക്കി, ഒരു ലിസ്റ്റ് കള്ളാസ് കൊടുക്ക, പേപ്പർ എഴുതി കൊണ്ടേ 10 പെണ്ണുങ്ങളാ. അൽഹംദുലില്ലാഹ്. അപ്പൊ ബറാത്ത് രാവിലെ 3 യാസീൻ ഓതുന്ന തയ്യാറുള്ള കയ്യതിച്ചാണി. ബറാത്ത് രാവിലെ 3 യാസീന്, അത് അസറിന്റെ സഹോദരണ്ട മരിന്റെ അസൻ ഓതിക്കോളി. 3 യാസീൻ ആർക്ക് കയ്യൊന്നിച്ച് ഓതാൻ അറിയാത്ത ആൾക്കാർ ഓതുനോലൊപ്പം ഇരിക്കുക. ഓതാൻ അറിയാത്തവരുണ്ടാവില്ലേ, ഓല് ഓതുന്നവന്റെ കൂടെ ഇരുന്നിട്ട് കേട്ടാ മതി. എന്നിട്ട് ലാസ്റ്റ് പറയാ ഞാനും ഇതിന്റെ ബാക്കിലുണ്ട്, അത് പറഞ്ഞാൽ മതി. എന്നാലും ഓത്ത് കേൾക്കണം. ചൊവ്വാഴ്ച നോമ്പാണ്, അത് നോൽക്കാൻ മനസ്സിലോല് കൈവച്ചാണി. ചൊവ്വാഴ്ച നോമ്പ് നോൽക്കാൻ മനസ്സിലോല്. അല്ലാഹു തആല എല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. ഖൂമു ലൈലഹ, രാത്രിയിൽ നിങ്ങൾ ബറാഅത്തിന്റെ രാവിൽ നന്നായി നിന്ന് നിസ്കരിക്കുക. അന്ന് ഭാര്യനോട് പറയാ ജാ റൂമിലും ഞാൻ ഈ റൂമിലും നമ്മൾ നിസ്കരിച്ച ഇന്നത്തെ ഏർപ്പാടുതാ. വസൂമു നഹാറഹ, പകൽ സമയത്ത് നോമ്പ് നോൽക്കുക. അതാണ് ഹദീസിൽ പറഞ്ഞ മിഷ്കാത്തുൽ മസാബിഹിൽ വരെ പറഞ്ഞ ഹദീസാണത്. യാസീന്റെ കാര്യം പഴയ കാലത്തിന് ഓർമ്മ ഉള്ളതാണ്, അതാരും ഓതാതക്കൂല്ലോ. അപ്പൊ അതുകൊണ്ട് പെരക്കാരും കുട്ടികളൊക്കെ അന്ന് ഇരുത്തിയിട്ട് ഞാനൊക്കെ അങ്ങനെ ചെയ്യല്. എല്ലാവരും മരിബ് നിസ്കരിച്ചിട്ടാണ് മൊത്തം ഓഫീസ് റൂമിൽ ഇരുത്തും കുട്ടികളൊക്കെ. ഒപ്പം എല്ലാവരും പാടൊരു യാസീനാണ്ട് ഓതും. അങ്ങനെ 2ാമത്തെ ഓതും, 3ാമത്തെ ഓതും, എന്നൊരു ദ്വാരക്കും. ഭക്ഷണം നല്ലോണം വിശാലാക്കുക. അന്ന് നമ്മൾ ഈ മൂടിഞ്ഞ കോഴി പറഞ്ഞ ബ്രോയിലർ ഉണ്ടല്ലോ, അത് ഒഴിവാക്കുക. ബാക്കിയുള്ള ഏത് ഭക്ഷണങ്ങളും നെയ്ച്ചോറ് കുറച്ച് വെക്കുക, വെറുംചോറ് ലേശം വെക്കുക, തേങ്ങാച്ചോറ് കുറച്ച് വെക്കുക, ചക്കരച്ചോറ്, അങ്ങനെ 4 ഐറ്റംസ് ചോറുണ്ടാക്കണം. എല്ലാ മീനും കറിയും സാധനം അന്ന് നിങ്ങൾ എവിടുന്നൊക്കെ കായ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരണം. അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഭക്ഷണം വിശാലമാക്കിയാൽ ബറാഅത്തിന്റെ ആ രാവ് മുതൽ പിറ്റത്തെ കൊല്ലം വരെ നിങ്ങളെ വീട്ടിൽ ഭക്ഷണത്തിന് ടൈറ്റ് വരൂല. അന്ന് വിശാലാക്കിക്കൊണ്ടി. അതൊക്കെ വെറുതെ വരില്ല, കാര്യമാണ്. ഞാനതൊക്കെ വലിയ വിശ്വാസം ചെയ്യലുണ്ട്. എനിക്ക് അൽഹംദുലില്ലാഹ് നമ്മളെ വീട്ടിൽ ഇന്ന് വരെ ഒരു നേരത്തും ഒരു ഫുഡിനും ഒരു ഡേറ്റും ഇല്ല. എല്ലാ ഭക്ഷണം ഉണ്ടാക്കണം. കുറച്ചുണ്ടാക്കിയാൽ ഈ തോന ഉണ്ടായിക്കൊണ്ട് തൊടുക്ക് വലിച്ചറിയാൻ പാടില്ല. ലേശം ഒരു 1/2 നായി എടുത്തിട്ട് അല്ലെങ്കിൽ നായി കൊണ്ട് തേങ്ങാച്ചോറ്, നായി കൊണ്ട് ചക്കരച്ചോറ്, മധുരപലഹാരങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ മരിച്ചു പോലിക്കും വേണ്ടി നന്നായി ദ്വാരിക്കുക. ആ 3 യാസീൻ എന്നാണ് ഓതിയിട്ട്. ഒന്ന് നമ്മളെ കാര്യമാണ്, ആയുസ്സിൽ വിശാലത കിട്ടാൻ, ദീർഘായുസ്സിന് വേണ്ടി. ദീർഘായുസ് പറഞ്ഞാൽ ബർക്കത്തുണ്ടാകുക എന്നാ. 100 കൊല്ലം ജീവിച്ചിട്ട് കാര്യമില്ല. ജീവിക്കണ മഹാനായ നബി ഇമാം റളിയല്ലാഹു അൻഹു 45 കൊല്ലം ജീവിച്ചത്. ആര്? നബി ഇമാം.
45 കൊല്ലം ജീവിച്ചിട്ട് മഹാനവർ ഷറഹ് മുഹദ്ദബ് പറഞ്ഞ 20 വാള്യമുള്ള കിതാബ്. അത് മാത്രമല്ല 283 കിതാബ് വേറെയുണ്ട്. ആ ഷറഹുൽ മുഹദ്ദബ് 20 വാള്യം ഞാൻ ദർശത്തെ 3 പള്ളിയിലും ആ കിതാബ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കൊരു വാശി, ഇത് മുഴുവൻ നോക്കണം മരിച്ചതിന് മുമ്പ്. ഞാൻ 3 വാള്യം നിരന്തരം നോക്കി നിർത്തി. പിന്നെ ഇനി ബാക്കി 17 വാള്യടക്കം എടുക്കുക. എനിക്ക് 40 വയസ്സായി. ഇനി ഞാൻ എന്നാ നോക്കി തീർക്കുക ബാക്കി? അപ്പൊ അത് 20 വാള്യം നോക്കിയ ആൾക്കാർ കുറവേക്കാരൻ കേരളത്തില്. നബിമാമിന്റേതാണ് ഷറഹ് മുസ്ലിം. ആരാ മുഴുവൻ നോക്കിയത്? ഓക്കെ ഉസ്താദ് ഇയാസ് സുന്നിൽ മുദരിസായി കൊടുക്കും. എന്റെ അളിയൻ മുഹമ്മദ് ഹസനെയാണ് ഷറഹ് മുസ്ലിം വായിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ ഉസ്താദ് പറയും പോലും എല്ലാ ഷറഹ് മുസ്ലിം മുഴുവനും വായിക്കണം. മുഴുവനും ഉസ്താദിന് വായിച്ചു കൊടുക്കും. ഉസ്താദ് അർത്ഥം വെക്കും. അപ്പൊ അങ്ങനെ ഈ കിതാബൊക്കെ നമുക്ക് നോക്കാൻ നേരമില്ല. ആ നബിമാമ തങ്ങൾ 45 കൊല്ലാ ജീവിച്ചത്. പക്ഷേ മഹാനവറുകൾ ഉണ്ടാക്കിയ അമരത്ര. അപ്പൊ അതാണ് പറഞ്ഞത്, കുറെ കൊല്ലം വേണ്ട, 45 കൊല്ലം 450 കൊല്ലത്തെ മേനിയ. അതേപോലെ ചില ആളുകൾ എത്ര വയസ്സായി? 40 വയസ്സായി. പേരുണ്ടാക്കിയ കുട്ടികളുണ്ടാ പിന്നെന്താ മണങ്ങനാജ്, എനിക്കെന്താ പണി, ഇങ്ങനെ ചെറിയ തൊള്ളിട്ടിറന്നോ? അപ്പൊ നമുക്ക് കുറഞ്ഞ വയസ്സിൽ ഭയങ്കര ബർക്കത്ത് വേണം. തന്നെ തമാശല്ല, ബർക്കത്ത്. അതിനാണ് അള്ളാഹു തആല നമ്മൾ യാസീൻ ഓതാറുണ്ട്. ഞാനൊക്കെ മുത്താലിമായ കാലത്ത് തന്നെ ഓതൽ തുടങ്ങിയതാണ്. 19-ാം വയസ്സിൽ വാക്കിയാത്തിലെത്തി, 21-ാം വയസ്സിൽ മുദരിസായി, 22-ാം വയസ്സിൽ പെരണ്ടാക്കി, അതിന്റെ മേൽക്കുണ്ടാക്കി, പള്ളി ഉണ്ടാക്കി, ചികിത്സാ റൂം ഉണ്ടാക്കി, അങ്ങേപ്പത്ത് സ്ഥലം വാങ്ങി, ഇവിടെ സ്ഥലം വാങ്ങി. ഒക്കെ ഈ 40 വയസ്സിനുള്ളിൽ ഒരു 90 വയസ്സായ തന്തന്റെ മുഴുവൻ പണി നമുക്ക് കിട്ടി. തന്നെ തമാശല്ല. എന്താ കാരണം? ആയുസ്സിൽ ബർക്കത്ത് ഉണ്ടാകുക എന്നതിന്റെ അർത്ഥം. അല്ലാതെ 90 കൊല്ലം ജീവിച്ച് ഫിത്ന ഫസാദ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പൊ അള്ളാഹു തആല നിങ്ങളൊക്കെ 3 യാസീൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ആരാ മക്കളെ അരി തരിക? സ്ത്രീകളെ ബില്ല് കിട്ടിയാ? ഇല്ല. അപ്പൊ ഞാൻ അരിയും 10 ചാക്കായ 9 ചാക്കായി. ഒരു ചാക്കിന്റെ കുറവുണ്ട്. ആരാ തരിക? ഒരു ചാക്ക് പോലെ അരിയും കൂടി മണയില്. ഞാൻ പണ്ട് കുട്ടിയോട് ചോദിക്കലുണ്ട്, 2 കിണർ 12 കൂലായം ഒരേ സമം വെള്ളം, ഒരു ചാക്കിൽ ഒരു ചാക്ക് പഞ്ചാരി ഇട്ടൊരു കയറ്റില് മറ്റൊരു ചാക്ക് കിട്ടു. ഏലാ മദറൻ ഒരു വരെ രണ്ടും സമാനേ അല്ല. ഒരു ചാക്ക് പഞ്ചാരട്ടില്ല മരണ്ട, മറ്റൊരു ചാക്കാട്ടൊക്കെ ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ചാക്ക് പറഞ്ഞ ഒരു ചാക്ക് അരി ആരാ തിരഞ്ഞി? അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാൾ ഈ സഹസിൽ ഇങ്ങനെ പറയാൻ നിൽക്കുന്നുണ്ട്, ഓന്റെ കൽബില് ബെരനുണ്ട്, താവുകയാണ്. ആരാള്? മക്കളെ, ഒരു ചാക്ക് അരി തരാൻ പറ്റിയ ഒരാൾ ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ. ആരാ തരാ മക്കളെ? ആ പുറത്തും ചാരിയും കൊണ്ട് ആ സൈഡിൽ ഇരിക്കുന്നുണ്ട. ആ മോനെ നോക്കണ, ആ സൈഡിൽ കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ടോക്ക. ഒരു മണിക്ക് ആരും അറിയാതെ രാത്രി കൊടുന്നേരാനേക്കാരം ഇല്ലേ? അവിടെ ഒരു മുതലാളി ഉണ്ടല്ലോ. ആരാ പറയാത്തത്? ഏത് ഈ ഫൈസലുകാരന്? ആരാ ഫൈസലുകാരനാണ് പറയാത്ത ആളാരാ? അത് ഫൈസല് ഒരു ചാക്കൊക്കെ പറഞ്ഞാൽ മോശമല്ലേ ചേച്ചേട്ടേക്കാരെ, ഒരു 5 ചാക്കൊക്കെ പറയണ്ടേ. ഇൻഷാ അല്ലാഹ് ഒരു ചാക്ക് ഇപ്പൊ പറഞ്ഞാൽ ഈ ബാക്കി സ്വകാര്യമായിട്ട് കൊടുത്താണ്ടി. ആരാ മക്കളെ ഒരു ചാക്കും പാടെ തരിക? ആ ആ അതിപ്പോ പറഞ്ഞതാ. ആ പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു ഉമ്മ, ഒരു സഹോദരന് ഉമ്മാക്കും വേണ്ടി, മരിച്ചുപോയ ഉമ്മാന്റെ പരലോക ഗുണത്തിന് വേണ്ടിയിട്ട് ഒരു സഹോദരൻ ഒരു ചാക്കരി. അൽഹംദുലില്ലാ, അതിന്റെ സവാബ് അല്ലാഹു തആല ആ സഹോദരന്റെ അവന്റെ ഉമ്മാന്റെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ബറാഅത്ത് രാവിൽ അല്ലാഹു തആല ലക്ഷക്കണക്കിന് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ അല്ലാഹു തആല ആ സഹോദരിയെയും നമ്മളെ കുടുംബത്തെയും അല്ലാഹു നരക മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എങ്ങനാ? 2 കൂടെ കൂടിയിട്ടൊരു ചാക്ക്. ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ആ 2 ആള് കൂടിയിട്ടൊരു ചാക്കരി. അപ്പൊ 3ന്റെ പകുതി 1.5 റുപ്യ മടക്കിയാൽ മതി. അൽഹംദുലില്ലാ, അവർക്ക് 2 പേർക്കും അല്ലാഹു തആല ഒന്നിച്ച് സ്വർഗത്ത് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇനിയിപ്പോ താൽക്കാലികമായി അരി അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് 10 കിലോ ഇറച്ചി വേണം. അതാരാ തരിക? മാംസം 250 റുപ്യ കിലോത്തിന് കൊടുക്കേണ്ടി വരും. 10 കിലോത്തിന് 2500 റുപ്യ ആവുള്ളൂ. ആരാ തരിക മക്കളെ? നമ്മളെ പത്തമ്പാട് അലി സാഹിബ്, അവിടെ വലിയ മലയാളിയാ, ഗൾഫിലാ. മൂപ്പര് ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ച് പറയും, എന്റെ ഫോണൊക്കെ വിളിക്കും, ഒരു ചാക്ക് 1 കിൻഡൽ അരി ഞാൻ തരാം, 1 കിൻഡൽ ഇറച്ചിയും തരാറി. പിന്നെ ഇറച്ചി കുറവെന്നാ പറയും, 25 ഞാൻ തരാം. ഭയങ്കര കൊടുതിയാ. അതിന് നല്ല ദോയും കിട്ടലുണ്ട്, ഗൾഫിലെല്ലാം കിട്ടലുക. അപ്പൊ അതേമാതിരി മുക്കുന്ന കിണറ്റിൽ വെള്ളം ഉണ്ടാവും, ദോയാണ് കിട്ടും. ആരാൻ തരാ മക്കളെ 10 കിലോ ഇറച്ചി?
അൽഹംദുലില്ലാ. മോന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, ഗസീബ്. അൽഹംദുലില്ലാ. 10 കിലോ ഇറച്ചി. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഭാര്യന്റെയും മക്കളുടെയും എല്ലാവരുടെയും അസുഖം അല്ലാഹു സുഖപ്പെടുത്തട്ടെ. എന്തെല്ലാം വിഷമങ്ങൾ മനസ്സിലുണ്ടോ അത് മുഴുവനും ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട്, അസ്മാഉൽ ഹുസ്നന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സലാമത്തായി കൊടുക്കട്ടെ. ഞാനാ 10 കിലോന് മക്കളെ 10 കിലോ ഇറച്ചി 2500 രൂപയാവും. ആരാ നിങ്ങൾ കയ്യിൽ ചോദിച്ചാ? കേട്ടില്ല. ആട്. അപ്പൊ എന്നാ പോത്ത് വേണ്ടല്ലോ, നീ ഒക്കെ ആടാണോ? അയ്വാ, നമ്മളെ റഫീഖ് സഖാഫിയല്ലേ? റഫീഖ് സഖാഫി നല്ല പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് പഠിച്ചോമ്പാത്ത് നല്ല കൂലി ഉണ്ടാവും. ഒരുപാട് സന്താനങ്ങളുണ്ട്. അള്ളാഹു ഇനിയും മക്കളെ കൊടുക്കട്ടെ. പ്രസവിക്കാനുള്ള ആരോഗ്യവും അള്ളാഹു തആല ഭാര്യയ്ക്ക് പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾ കാരണമായി സ്വർഗം കൊടുക്കട്ടെ. 10 കിലോ ഇറച്ചി റഫീഖ് സഖാഫി. ആരാ ജേസൻ? മുബര സഖാഫിന്റെ ജേസനാണ് ആട് പറഞ്ഞ്. അൽഹംദുലില്ലാ. ആടിനെ കൊടുത്തവർക്ക് അല്ലാഹു തആല മുത്തുനബി വളർത്തിയ സാധനമാണ് ആട് പറഞ്ഞ്. എല്ലാ നബിമാരും വളർത്തിയ ജീവിയാണ് ആട്. ആ ആടിന്റെ ശരീരത്തിലുള്ള രോമത്തിന്റെ എണ്ണം കണ്ട് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഞാനാ ഒരു 10 കിലോനും പാടെ ഒരു 80 കിലോനായി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അൽഹംദുലില്ലാ. മോന്റെ പേരെന്താ? നൗസാദ്. ഇങ്ങനെ ആക്കിയ ഞാനുണ്ട് എന്നാ 5 എന്നാ? അല്ല, അത് മാത്രം മനസ്സിലാക്കേ. അപ്പൊ പാങ്കലുണ്ടല്ലോ ചങ്ങായി, തന്തപ്പൊടി മോനും പാടെ തെറ്റി. കമ്മിറ്റി മെമ്പറാണ്. അപ്പൊ എന്നോട് ഒരാൾ സ്വകാര്യമായിട്ട് പറഞ്ഞു, അവനൊക്കെ പെട്ടി തുറന്നെ മോചനാണല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങളേറ്റും ബന്ധമുള്ള മൂസാക്ക മൂപ്പരെ വാപ്പിയും ഇതിട്ടും ഭയങ്കര പണക്കത്തിലാണ്. അപ്പൊ നിങ്ങൾ മൂപ്പരോട് മുണ്ടാൻ പറയണം, ബാപ്പാനോട് തെറ്റിക്കാൻ പറ്റൂല്ലോ. ഞാൻ മൂസാക്കാനെ പോയിക്കാണ്ട് മൂച്ചിമ്മ കയറി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ബാപ്പാനും തെറ്റില്ല, എന്നിട്ട് നിങ്ങളെ പള്ളി കമ്മിറ്റി മെമ്പറെ കണ്ട് ഹംകേ നടക്കേ അറിയാം. കൊണ്ടുപോയി ബാപ്പാനെ അടുത്ത്. ബാപ്പ അങ്ങനെ കെടുക്കല്ലേ, മച്ചാനായി കെടുക്കുക. ഇവൻ പറഞ്ഞു ബാപ്പാനോട്, ബാപ്പ നിങ്ങളെ ഞാൻ കുറെ കാട്ടിക്കണു, കുറെ കുത്തിക്കണു, കുറെ തച്ചക്കണു, പൊരുത്തപ്പെട്ടാളീൻ. ബാപ്പക്ക് മുണ്ടാൻ വയ്യ. ബാപ്പ ഇങ്ങനെ ആക്കി. ഇപ്പം വീട്ടിൽ തന്നെ പറയാ, ബാപ്പ എന്നോട് പറഞ്ഞു എനിക്ക് എന്നോട് ഒത്തില്ല. ഇവിടെ ബാപ്പ പറഞ്ഞു ഹംകെ പൊരുത്തപ്പെട്ട് തരൂലെന്നാ പറഞ്ഞക്കണ്ട്. അപ്പൊ കൈ ഇങ്ങനെ ആക്കിയപ്പോ ഇപ്പൊ അർത്ഥം വെക്കുക, ബാപ്പ പറഞ്ഞു എനിക്കവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞു അതല്ല പറഞ്ഞു, എനിക്ക് പൊരുത്തപ്പെട്ട് തന്നെ പരിപാടിയേ ഇല്ലാന്നാ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി കൈയോട് ഇങ്ങനെ ആക്കിയ ഞാനും ഒരു മെമ്പറാന്നുള്ള പറഞ്ഞേക്കണ്ട്, 5 പറഞ്ഞേക്കണ്ട് അറിയില്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് 10 കിലോ അരച്ചില്ലേ മോനെ? അൽഹംദുലില്ലാ. അല്ലാഹു തആല അദ്ദേഹത്തിന് ഇരട്ടി കൊടുക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരോഗ്യവും ആഫിയത്തും ഏറ്റി കൊടുക്കട്ടെ. ഞാനാ ഇപ്പോഴും 30 ആയിട്ടുള്ളൂ. ഒന്നും പോരാ, ഒരു കിൻഡല് വേണം ചുരുങ്ങിയത്. ഈ കുട്ടികളൊന്നും പെണ്ണുങ്ങളെ സ്ത്രീകളെ ഭാഗത്താരും പോയില്ല. പെണ്ണുങ്ങളൊക്കെ 19 എത്ര ഇറച്ചിയാ പറഞ്ഞു ഇന്ത്യ അറിയങ്ങള്. ആ ചോന്ത ഉപ്പായിട്ട എന്റെ പേരെന്താടാ? നിജക്കെ ഈ സക്കാഫിന്റെ മോനാ? എന്റെ മോശം കണ്ട അറിയുന്നുണ്ട്. പോയേക്കാ ആ പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് താത്താരോട് പറയാൻ എന്നെ ഉസ്താദ് അയച്ചതാണ്. 25 കിലോ തരുന്ന 4 പെണ്ണുങ്ങൾ വേണമെന്നാണേ. പെട്ടെന്ന് കൊണ്ടുപോവാ. ഒരു 3 സ്ഥലത്തലി കാണി. في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاهي والحبيب الأعربي അർഹമുർറഹീമായ റബ്ബ്, ശഅബാൻ മാസത്തിൽ ഞങ്ങളോട് പ്രത്യേകിച്ച് ബറക്കത്ത് ഏറ്റിത്തരണേ എന്ന് ദ്വാരക്കാൻ പറഞ്ഞ മാസമാണല്ലോ റബ്ബ്. ഈ വരുന്ന തിങ്കളാഴ്ച രാത്രിയില് ബറാത്ത് രാവാണ്. ഞങ്ങളെ ആയുസ്സും ഞങ്ങളെ ഭക്ഷണവും ഒക്കെ കണക്കാക്കുന്ന രാത്രിയില് അല്ലാഹുവേ, ഈ പള്ളിയുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഈ വരുന്ന റമളാൻ 17 ബദരീങ്ങളെ നേർച്ചയിലേക്ക് അരികളും മാംസങ്ങളും നെയ്യുകളും മസാലകളുമായിട്ട് തരാമെന്ന് ഏറ്റെടുത്തവരുണ്ട് റബ്ബ്. ആ സ്വതഖകൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. അത് ഏറ്റെടുത്ത ആളുകൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒരു പ്രയാസവും കൂടാതെ അത് കൊടുക്കാനുള്ള മാർഗം നീ തുറന്നു കൊടുക്കണേ റഹ്മാനേ. അതില് ആരെല്ലാം മെമ്പർമാരായിട്ടുണ്ടോ അവർക്ക് മുഴുവനും നീ മണ്ണ് വാരിയാല് പൊന്നാകും വിധം റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്.
റജബോ റജൽ ഒരു ചാക്ക്. ആ റജലിന്റെ അമ്മ പറഞ്ഞാണ്. പിന്നെ ഷമീർ വയനാടോ, വയനാട്ടിൽ നിന്ന് വന്ന ആൾക്കാർ ഒരു ചാക്ക്. ആഷിഖ് പി ഒരു ചാക്ക്. നബീൽ പി ഒരു ചാക്ക്. 1 2 3 4 ചാക്കായി. അപ്പം ആദ്യം പറഞ്ഞോ, ആണുങ്ങൾ പറഞ്ഞോ 14 ചാക്ക്. അത് മതി. നമ്മൾ കേരളം മൊത്തം കൊടുക്കണില്ല, ഈ പഞ്ചായത്തിലേ കൊടുക്കണുള്ളൂ. പിന്നെ ഞാനാ മക്കളെ അരി പിന്നെ മാംസം തരിക. സ്ത്രീകളൊക്കെ കണ്ടുകൊണ്ടിരിക്കണം ലൈവായിട്ട് എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ ഇനിയിപ്പോ ഞാൻ നോക്കിയാലും ഉസ്താദ് നമ്മളങ്ങനെ നോക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കണ്ട, ഞങ്ങളെ കാണില്ല. പെണ്ണുങ്ങളെ ലോകത്തൊക്കെ അമേരിക്കയിലൊക്കെ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, നിങ്ങളൊക്കെ ഒരു 10 കിലോ മാംസം ഒരു 15 പെണ്ണുങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാം നടക്കും പരിപാടി. ആ കുട്ടി നീച്ചു പോയിട്ടില്ലല്ലോ. എവിടെ പോയി? ജി വരാന്തിൽ എവിടുന്നാ പോയതല്ലേ? ലോക തട്ടിപ്പേരനാട്ടാ. അവിടെ പോടാ, മദ്രസക്ക് പോടാ. ഇജൊന്ന് പോയോക്ക, എന്റെയൊക്കെ വാറ തരും. ഞാനിപ്പോ ഈ കൂട്ടൊന്ന് അന്ന തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്തോ ഒരു പ്രത്യേകത ഉണ്ട് വെച്ചിട്ടല്ലേ. അത് ശരി. ബൈക്കെന്ന് കോമോജി ഉമ്രക്കോയായി. കോമോജി ഉമ്രക്കോയപ്പോ ബൈക്കെന്ന് മറ്റേ ഇവിടുന്ന് ജിദ്ദിന്ന് കണ്ടൊരു വാക്കാൻ ഞങ്ങൾ കൊടുത്തായിരുന്നു. ഞാൻ കയപ്പത്തുനിന്നില്ല. അജരസ് മുത്തിയോ എന്നാ മൂപ്പരെ കൈ പിടിച്ച് മൂപ്പരോട് പോന്നു. മുത്തിയോരെ പിടിച്ച് മുത്തിക്കാണ്ട്. കുട്ടികള് ലോക തരികിടേണ്ട കാലാണ്. ഇന്റെ മക്കൾ ലോക തരികിടേ 3 ഉണ്ട്. ഭയങ്കര സംഭവമാണ്. അതിനോട് 3 ഞാൻ 3 മുമ്പ് നോൽമ്പെടുക്കാൻ പറഞ്ഞിട്ടേ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും ഞാന്. അപ്പൊ നോമ്പൊലിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ചൂട് കാലല്ലേ, കുട്ടിയൊക്കെ താങ്ങൂല്ലോ. ഞാൻ പറഞ്ഞു, മക്കളെ നാളെ നിങ്ങൾ ഫുള്ള് നോൽമ്പെടുക്കണം. ഇതുവരെ ഉച്ചവരെ നോറ്റി മുറിച്ചലായിരുന്നു. അപ്പൊ ഈ നാളെ ഫുള്ളാക്കിയാൽ ആട് കുറുമ, കോഴി പൊരിച്ചത്, ഫ്രൂട്ട്സ് 33 ഐറ്റംസ് കോട്ടക്കൽ ടൗണിൽ കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും നാളെ കൊണ്ടുവരുന്നതാണ്. 3 ആളിക്ക് കമ്പം പൊടിപ്പിച്ച് നോൽമ്പറ്റു. ഞാൻ ഉച്ചക്ക് 12 പോയിട്ട് മസാലപ്പൊടി കോട്ടക്ക പോയി സാധനങ്ങളൊക്കെ കൊടുന്ന് 2 മണിക്ക് ഞാൻ വീട്ടിലെത്തി. പെണ്ണുങ്ങൾ കോഴിക്ക് നല്ല ഉസാറായി മുറിച്ച് ആട് കുറുമയൊക്കെ ഉണ്ടാക്കി. അതിന്റെ സ്മെല്ലിങ്ങനെ വരുമ്പോ മൂത്ത മോൻ ചോദിച്ചു, ഉമ്മ അപ്പ ആ കഞ്ഞിന്റെ വെള്ളം മുക്കി കുടിച്ചാൽ നോൽപുരിയോ? അപ്പൊ എന്താ താഴ്ച്ചു പൊരിഞ്ഞിട്ട് ആ കഞ്ഞിന്റെ തെളിവെള്ളം കട്ടില്ലാതെ കുടിച്ചാൻ പറ്റും. ഞാൻ പറഞ്ഞു, പോടാ അവിടുന്ന്, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ നോൽപ്പ് പോകത്തിലാവുന്നതാണ്. അങ്ങനെ ഏതായാലും 100 സ്കെച്ച് അവിടെ അങ്ങനെ ഉരുണ്ട് നീച്ച് പിന്നെ ഉരുണ്ട് സൂചി ക്ലോക്ക് നോക്കി എന്നോട് പറഞ്ഞു, സൂചി ഇപ്പൊ ഓടണില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, എടാ 3:45 അതിലെ പോത്തെ ഓടുന്നുണ്ട്, എനിക്ക് കണ്ണ് മഞ്ഞച്ചിട്ട് കാണായാണ്. അങ്ങനെ ഈ 3 കുട്ടികൾ മുരളി ഒപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ 5 മണിയോളം പോലെ കൂടെ നിന്നു. ഒരിക്കൽ വെള്ളം കുടിച്ചാൻ പോവാ വിചാരിച്ചിട്ട്. 5 മണി കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞാക്കി ഈ ബത്തക്ക ഫുള്ള് വെട്ടി ഒക്കെ ഒരു 33 പ്ലേറ്റിലാക്കി മുന്തിരി, ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ ആക്കി വെച്ചു. ഞാൻ എന്റെ മുമ്പിൽ പോലെ ഇരുത്തി കൊടുത്തിട്ട് എന്താ ഇതിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അണ്ടർസ്റ്റിൽ ഇങ്ങനെ ചെല്ലിക്കോട്ടെ വെച്ചിട്ട് സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഞാനും ചെല്ലി. ഒരു ചെല്ലി 6:30 അന്ന് ബാങ്ക്. ഞാൻ 5:45 ഞാൻ പറഞ്ഞു, ഞാൻ ഈ പാത്തി തൂറി ഒന്നുണ്ടാക്കി വരാം, നിങ്ങൾ ഇവിടെ ചെല്ലിക്കോളി, ബാങ്ക് കൊടുക്കാതെ തൊടാൻ പാടില്ല. അവൻ പറഞ്ഞേക്കാണ്. ഞാൻ പോയി, ഞാൻ ഒന്നുണ്ടായിക്കാണ് വന്ന് നോക്കുമ്പോ ഫുള്ള് പ്ലേറ്റ് കാലിയാ. പതിരീങ്ക പാപ്പ എന്റെ നെഞ്ഞിങ്ങോട്ട് പൊട്ടിയില്ല. ഇറ്റിങ്ങൾ ഇതുവരെ നോൽമ്പ് മുറിഞ്ഞതും പുറമെ നമുക്ക് ഇന്നുള്ള ഫുഡൊക്കെ കഴിച്ചും ചെയ്തു ഒറ്റങ്ങൾ. അങ്ങനെ ഞാൻ ചൂരിലെടുത്തിക്കാണ്ട് ആരടാ ഈ പണി കാട്ടി വെച്ചപ്പോ മൂത്തോൻ പറഞ്ഞു, ഇപ്പൊ എന്നെ തല്ലണ്ടപ്പം ബാങ്ക് കൊടുത്തു, ഞങ്ങൾ തിന്നുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞാണ് ബാങ്ക് കൊടുക്കാതെ തിന്നരുത്. അപ്പൊ ഞാൻ പോയേക്കനെ ഒരാൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ഞാൻ പള്ളിക്കത്തെ ബാങ്ക് എന്ന് പറഞ്ഞില്ല, അവിടെ പയച്ച്. അപ്പൊ അതേ പറഞ്ഞ മാതിരി കുട്ടികൾ ലോക തട്ടിപ്പിന്റെ മക്കളുണ്ടാവും. അപ്പൊ നമ്മളെപ്പുറത്തെ കുട്ടികൾ സാധുക്കളാറ്റെങ്കിൽ ബിരുദും കൗസലും കുറവാ. അപ്പൊ ഉമ്മമാരെ സഹോദരിമാരെ, ഒരു 15 കിലോ നിങ്ങളെ കൈവിന്റെ പരമാവധി. ഗൾഫൊക്കെ ക്ഷീണിച്ച കാലം എല്ലാവർക്കും അറിയാം, സാമ്പത്തിക ടൈറ്റാ. അള്ളാഹു താല നമ്മൾ ടൈറ്റൊക്കെ മാറ്റിത്തേറ്റെ. അള്ളാഹു നമ്മളെ മക്കളിലും നമ്മളെ പേരമക്കളിലും അള്ളാഹു ദാരിദ്ര്യം കൊടുക്കാതിരിക്കട്ടെ. അത് നിങ്ങൾ ഇനി മുതൽ ദ്വാരക്കൽ തുടങ്ങണം. അന്നത്തെ ദ്വായന്റെ ഗ്യാരണ്ടി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇനി ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മൾ ദ്വാരക്കുക. ഉറക്കം കുറക്കുക, കൂടുതൽ ഉറങ്ങാൻ പാടില്ല. ഉറക്കം കൂടിയാൽ കസറത്ത് നൗം, ഉറക്കം വർദ്ധിപ്പിച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുന്ന. നൗമ ഒരിയാന, വസ്ത്രമില്ലാതെ നഗ്നനായി ഉറങ്ങുക. ചൂടെടുക്കണ കാലല്ലേ, ഫാനായിട്ടെക്കാണ്ട് മാർബിളോ ടൈൽസോ വാതിലടിച്ചാൽ പിന്നെ ആരും കാണൂല്ലോ. ഫുള്ള് കഴിച്ചിട്ടേക്കാണ്ട് പോസ്റ്റ് ഓഫീസും കാട്ടി ഇങ്ങനെ കിടക്കുക. അത് പാടില്ല, നിനക്ക് ദാരിദ്ര്യമുണ്ടാകും. ഉറങ്ങുമ്പം നല്ല നൈസ് ഒരു കോട്ടന്റെ തുണി മേലിടുക. നഗ്നനായി കുളിക്കാനും പാടില്ല, നഗ്നനായി ഉറങ്ങാനും പാടില്ല. ഫത്തുൽമീലുണ്ട് ഇല്ലേ, അതിനാ ഉറലിൻ, ചെറിയൊരാവശ്യമുണ്ടെങ്കിൽ ഔറത്ത് വെളിവാക്കുന്നതിന് ആരും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ഫത്തുൽ മൊയ്യിലുണ്ട്. അത് യജൂസു എന്നാ പറഞ്ഞത്, ജായിസാണ്. ജായിസ എന്ന് പറഞ്ഞാൽ ചെയ്താൽ കൂലിട്ടു നല്ല അർത്ഥത്തിലല്ല. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അനുവദനീയമാണ്. പക്ഷെ എന്നാലും കിതാബിലൊക്കെ കാണുന്നത് സ്വന്തം കുളിമുറിയിൽ ഒറ്റയ്ക്ക് പെണ്ണും ആണും കുളിക്കുകയാണെങ്കിലും അവൻ തോർത്തുമുണ്ട്, അതായത് മറക്കൽ നിർബന്ധമായ സ്ഥലത്ത് മറച്ചിട്ട് വേണം കുളിക്കാൻ. അതാണ് നല്ലത് എന്നാ ഞാനതിരാ.
മക്കളെ ഒരു 10 കിലോ ഇറച്ചി ആരാ തരിക? നിർത്താൻ പോവാണ്. ആ സൈഡിൽ ഒരാൾ വേണ്ടല്ലോ, ചോദിച്ചോക്ക്. ആ കുട്ടി കണ്ട് വന്നാ മോനെ അജ് പോയിട്ട് എത്തിയായിരുന്നു ആരുല്ലേ ജി അത് ഇവിടേക്ക് പോയിച്ച് മൂത്രപ്പേന്റെ അവിടെ അല്ല പെണ്ണുങ്ങള്, ഇവിടെ മദ്രസിലാ പോയാ. എന്താട്ടണ്ടി ഇനി 5 കിലോ ഇറച്ചിക്കാരൊക്കെ കയ്യാ. 5 കിലോ ഇറച്ചി 10 നിൽക്കട്ടെ. ഒരു 5 കിലോ മാംസം ആരാ തരിക? എല്ലാവർക്കും വളരെ മെമ്പർമാരാകുക. ഒരു 5 കിലോ ഇറച്ചി 250, 250, 250, 250, 250 എത്രയാവും? 1250. നിങ്ങൾ കണക്കോ കൂടിയുണ്ട്. പറയും മക്കളെ ഒരു 5 കിലോ ഇറച്ചി തരാ തരിക. അൽഹംദുലില്ലാ. ബാക്കിലുള്ള കുട്ടി എന്റെ പേര് ചൂടിയല്ല, അബൂബക്കർ. അൽഹംദുലില്ലാ. സിദ്ദീഖുൽ അക്ബറിന്റെ 1ാമത്തെ ഖലീഫന്റെ പേരാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ പ്രമേഹ രോഗം ഉണ്ടെങ്കിൽ അല്ലാഹു ശിഫയെ കൊടുക്കട്ടെ. എല്ലാ അസുഖവും അല്ലാഹു തആല ശിഫയെ കൊടുക്കട്ടെ. റഹ്മത്തും ബറക്കത്തും ഏറ്റി കൊടുക്കട്ടെ. ഞാനത് തരാ ഒരു 5 കിലോ. കുട്ടികളെ ആർക്കാ പറയാൻ കമ്പുള്ളൂല്? ഒരു 5 കിലോ. റമദാനിക്ക് ഇനി ഇൻഷാല്ലാ 17 ദിവസം, അപ്പം 38 ദിവസം ബാക്കിയുണ്ട്. ഇത് റമദാൻ 15, ശഅബാൻ 15 ആയിട്ടില്ല. 15 ഇൻഷാല്ലാ ചൊവ്വാഴ്ചയാണ്. അവിടുന്ന് ആണ്ട് 15 ഉണ്ട്. പിന്നെ റമദാൻ 17 വരികളാണ്ട്. ഒരു 15, 12 അവിടെയും ബാക്കിയുണ്ട്. 17 ഒരു മാസം കൊണ്ട് കിട്ടിയാൽ മതി. ആരാ തരിക? ഇവിടെ നമ്മളെ ഫ്രൂട്ട്സിന്റെ വണ്ടി ഉണ്ടല്ലോ അവിടെ. മാനു റഹ്മാനായ റബ്ബേ ഇരിക്കുന്നുണ്ടില്ലേ. മാനു എത്ര? 5 ആക്കിയേ. എനിക്കെന്നെ സാമ്പത്തിക ഇപ്പത്തെ മട്ട അറിയില്ല കേട്ടോ. 5 കിലോനൊക്കെ കഴിയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിനുള്ള റഹ്മത്ത് കൊടുക്കട്ടെ. ഒരു 5 കിലോ മാനുവിന്റെ വകയും. ഞാനാ 5 കിലോ. ഇവിടെ പൈസല് സാവുല് ഓൻ പറയല്ലോ ലാസ്റ്റ് കുറവുള്ള ഇറച്ചി ഓൻ തരാനുള്ള അഭിപ്രായമാണ്. അൽഹംദുലില്ലാ. വേക്കിലാ കുട്ടി തൊപ്പിട്ടെ. ഫൈസൽ രാജാവ് നല്ല പേരല്ല, പേര് മോശാക്കാൻ പറ്റുമോ? 5 കിലോ ഫൈസൽ. അൽഹംദുലില്ലാ. ഫൈസലിന്റെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പെണ്ണെട്ടിക്കണം അവനെ. അൽഹംദുലില്ലാ. ഇനി കെട്ടാതെ കേട്ടെ. ഞാനാ ഒരു 5 പാടാ. മക്കളെ ഞാൻ അങ്ങനെ ചോദിച്ചടങ്ങാറാക്കണം. നിങ്ങൾ വേണം പറഞ്ഞാൽ പെട്ടെന്ന് തീർത്തുമ്പോൾ ദ്വാരക്കാം. ഒരു 5 കിലോ കൈവ് അല്ലാഹു തആല തരും. നിങ്ങൾ ബേജാറാണ്ട. ഈ യകൂനു ഫുഖറാ യുഗ്നിഹിമുല്ലാഹ്. ഹംസാക്ക മലപ്പുറത്ത് തന്നെ ഒരു വലിയൊരു കുടുംബയോഗം, ഹംസമാര് മാത്രം. അതിൽ നിങ്ങൾ പോയാ? ഹംസ എന്നുള്ള പേര് ആരൊക്കെയാ മലപ്പുറം ജില്ലയിലുണ്ടോ ഓലെ മുഴുവനും ഒരു മണ്ഡപത്തിൽ വെച്ചിട്ട് പേര്. എന്റെ ഏട്ട ഹംസയാണ്. ഓനും പോയി 100 റുപ്യ ഒരാൾക്ക് അവിടുന്ന് ബില്ല് വാങ്ങുന്നുണ്ട്. അപ്പോ 1000 ഹംസമാര് പങ്കെടുത്ത കായത്രായി. ആ കായ് ഫുള്ള് ആ കമ്മിറ്റി പോക്കറ്റ് അടിച്ചു. ഓൽക്ക് ആകെ ചോറിനും ഇതിനുപാടെ വാടക എത്ര ആകെ ആയത് ഒരാൾക്ക് 50 റുപ്യ ആവുള്ളൂ. ബാക്കി 50 റുപ്യ കിട്ടും. ഒരു തട്ടിപ്പല്ല നോക്കുക. അങ്ങനെയൊക്കെ പിരാന്തന്മാർ ചെയ്യാൻ പാടോ? എന്ത് ലോകത്തുള്ള ഹംസമാര് മൊത്തം കുടിഞ്ഞ് കുറച്ച് ഞാൻ പറയാം. ലോകത്തുള്ള മുഴുവൻ മുനീർ. അപ്പൊ ഞാനും പോവുക, MK മുനീറും വരിക, വിളിച്ചാട്ടിക്കാണ് പോരുക. എന്ത് കാര്യം? ഫായിദ എന്താണ് ഫായിദയിലുള്ളത്? ഒരു ഫായിദയില്ല. ഹംസയായിരിക്കണം. വബിഹംസത്തിൽ ഖറാരി ഹമ്മിൽ മുസ്തഫ അസദിൽ ഇലാഹി വസയ്യിദി ശുഹദാഇ. മുത്തുനബിയുടെ എളാപ്പയായ അൻ അമ്മൈ നബിയിക ഹംസത വൽ അബ്ബാസ്. ഇന്നും ഖുതുബയിൽ, 2ാമത്തെ ഖുതുബയിൽ ഹംസന്റെയും അബ്ബാസിന്റെയും പേര് പറയാത്തൊരു വെള്ളിയാഴ്ചയില്ല. അത് റസൂലുള്ളാഹിന്റെ കൊച്ചളാപ്പയാണ്. ആ ഹംസത്തുൽ ഖറാറിന്റെ ധീരത, അതേ ഇസ്ലാമിക രംഗത്ത് വലിയ കർശനമായി പ്രവർത്തിച്ച മഹാനാ. ആ മഹാന്റെ പേര് നമ്മളെ ഉമ്മയും ബാപ്പയും ഹംസത്തുൽ ഖറാറിന്റെ സ്വഭാവമുള്ള കുട്ടിയാകട്ടെ എന്ന് വിചാരിച്ച് ഇട്ടതാണ്. അത് ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ മതേതരത്വ രാജ്യമാണ്. ഇവിടെ ഹംസമാര് മാത്രം പോക്കിരിമാരാണെന്ന് ചില ആളുകൾ തോന്നിപ്പോകും. അവര് മാത്രം ഒരു യോഗം കൂടിയിട്ട് ഞങ്ങൾ ഇത്ര എണ്ണമുണ്ട് എന്ന് ആരെ മുമ്പിൽ തെളിയിക്കാനാ? സുഹൃത്തുക്കളെ, 313 ബദരീങ്ങള് 3000 ചില്ലാനും ശത്രുക്കളുമായി പടപൊരുതിയിട്ട് വിജയിച്ചത് അവരെ ആരോഗ്യമല്ല, അവരെ കയ്യിലുള്ള ആയുധങ്ങളല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവരചഞ്ചലമായ ഈമാനാണ്. ഈമാൻ ഞമ്മക്കുണ്ടോ? ഒരു പേടിയും പേടിക്കണ്ട.
ആരും ഒന്നും ചെയ്യില്ലടോ. അല്ലാഹു തആല പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് തൻഫഉ മൻ ഖാലഹാ. തിരുമുദി ഇമാമിന്റെ റിപ്പോർട്ട് ഹദീസ് അല്ലത്. തൻഫഉ മൻ ഖാലഹാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിനക്ക് എവിടെയും ഉപകരിക്കാൻ പറ്റിയ പരിചയാണ്. അതിന് പ്രകാരം നടക്കണം. വണ്ടിന്റെ കളവ് പോയ കേസ് പേപ്പറിൽ വായിക്കുമ്പോൾ 18 ആളുണ്ട്, അതിൽ 17 ആളും മുസ്ലിമീങ്ങളാ. കഞ്ചാവ് പിടിക്കപ്പെട്ടു 5 കിലോ നിലമ്പൂരിൽ, 3 ആളെ പിടിക്കപ്പെട്ടു, 3 ആളും മുസ്ലിമാ. കരിപ്പൂരി വിമാനത്താവളത്തിൽ സ്വർണം പിടിക്കപ്പെട്ടു 25 കിലോ. ആരാണ്? റസാഖ് നാസർ, കാസർകോട്ടുകാരനാണ്. ഒക്കെ മാപ്പിളമാരാണ്. ഈ രൂപത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പവറിന്റെ ഖൽബിൽ നിന്ന് ഉയർത്തിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ ചീപ്പായി പോയത്. അല്ലാഹു തആല ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. ഞാനതിര മക്കളെ 5 കിലോ വരയ്ക്ക. ഞാനും കൊണ്ടോ പറയാൻ ബാക്കിയുള്ളവരുണ്ടോ മക്കളെ? മോനെ ഇനി ഇറച്ചിക്ക് ആവശ്യമുണ്ടാ? ആവശ്യമേ ഉള്ളൂല്ലേ? ഇൻഷാ അല്ലാഹ് ബാക്കി വെള്ളിയാഴ്ച കിട്ടിക്കോളും. റമളാന്റെ മുമ്പ് ഇനിയും കുറെ വെള്ളിയാഴ്ച ഉണ്ട് കേട്ടാ. അപ്പൊ അന്ന് വിരിച്ച ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച പണി ഞാൻ തന്നെ വരാം. അന്ന് തോന്നെ ആളുണ്ടാവും. എത്ര ആളല്ല ജുമാക്ക് ഉണ്ടാവും. ഈ മൂലറ്റാള് കോളേജിക്ക് അറ്റേക്ക് 500 കൊടുക്കണ്ടേ? അറ്റങ്ങോട്ട് പോയി കൈയങ്ങാൻ പറ്റുമോ? അത് ഓതി പഠിച്ചില്ലേ. ഞാൻ ബാക്കിയത്തേക്ക് പോകുമ്പോൾ 2850 റുപ്യ പോയത്. അതാണെങ്കിൽ അവിടുന്ന് ഈ പച്ചരിന്റെ ചോറും ഈ പരിപ്പിന്റെ കറിയും കൂട്ടിയിട്ട് 3 ആഴ്ച കൂട്ടിയപ്പോൾ തൊള്ളാർച്ച് പുണ്ണായി. പെരീക്കൊരു കത്തയച്ചു. ഇവിടെ ഭയങ്കര ഉഷ്ണമാണ്, കായ് കൊടുന്നത് കഴിഞ്ഞു. അന്ന് കമ്മിറ്റിക്കാർ അന്ന് നാട്ടിൽ വീഴ്ച കായാണല്ലോ. അങ്ങനെ ജ്യേഷ്ഠന്മാര് ഗൾഫിലാ 3 ആള്. അപ്പൊ ഞാൻ നാട്ടിൽ ഒരു കത്തയച്ചു. ആ കത്ത് വായിച്ചേക്കാണ് ഒരു അടുപ്പ് കണ്ടു. 1 റുപ്യ അയച്ചെന്നില്ല. പിന്നെ നമ്മൾ ആ പരിപ്പിന്റെ കറി ഒഴിവാക്കിയിട്ട് വെറും ചോറ് മാത്രം വെച്ചിട്ടാണ് പിന്നീട് ഓതി പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വേദന പോകുമ്പോൾ 10,000 ആണെന്ന് പറയാൻ കാരണം അത്ര ഇടങ്ങാറായി ഓതി പഠിച്ചത്. ഇതിക്ക് ഇൽമ പറഞ്ഞു കൊടുക്കണം ഈ കായ് വാങ്ങണമെന്ന്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് ഒരു ബേജാറില്ല. സോപ്പ് സാബുനൊക്കെ പള്ളിക്കന്ന് കിട്ടും. നമ്മളൊക്കെ പഠിക്കണ കാലത്ത് സോപ്പും സാബുനും വാങ്ങിത്തരാൻ ആളില്ല, ആരും വാങ്ങി തരൂല്ല. മൂലരുട്ടികളെ തിരുമ്പുന്ന കല്ലും വന്ന് ആ പദം ഇങ്ങനെ ഒലിച്ചുമ്പോ ആ പദം ഞാനിങ്ങനെ കയ്യുമ്പെടുത്തേക്കാണ്ട് കുപ്പായം തെച്ചേക്കാണ്ട് ഞാൻ കുപ്പായം തിരുമ്പിന്റെ അങ്ങനെ ഇടങ്ങാറായി പഠിച്ചതാ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് പോണ മുഴുവൻ മുതഅല്ലിമീങ്ങൾക്കും അല്ലാഹു തആല നാഫിയ ഇൽമ ഏറ്റി കൊടുക്കുമാറാവട്ടെ. ഇനി ദ്വാരക്കാണ് കേട്ടാ. ഉസ്താദ് എന്താ പരിപാടി? നാടുസലാത്ത് ഉസ്താദ് ചെല്ലട്ടെ. മൈക്ക് വെച്ച് കൊടുക്കേ. എല്ലാരും നീച്ചെന്നാണ് നീച്ചക്കി. മദീനയിലേക്ക് ഒരു 2 സ്വലാത്ത്. അത് നിങ്ങൾ മദീനയിലേക്ക് മനസ്സിനെ തിരിക്കണ. മദീനത്ത് പോയോല കുബ്ബ അങ്ങനെ കാണണം, പോകാത്തോല് കണ്ണിമ്പിക്കാണ്ട് കുബ്ബ സങ്കല്പിക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. ഇരിക്കി. ഈ കോളേജിൽ പോണ കുട്ടികൾ 5 ആളുണ്ട്. ഓരോരുത്തരും 3.5 മിനിറ്റ് അതിലേറാൻ പാടില്ല. 3.5 മിനിറ്റ് അതിലേറാൻ പാടില്ല. 5 കുട്ടികളും വന്നിട്ട് സലാം പറഞ്ഞ് നാട്ടിലേക്കും വേണ്ടി ദ്വാരന്ന് കൊടുക്കുക. ഇതുവരെ ചോറ് തന്ന നിങ്ങളെ പഠിപ്പിച്ച ഉസ്താദിന് തൂലുൽ ഉംറ് ആയുസ് കൂടാനും എല്ലാത്തിനും വേണ്ടി കുട്ടികൾ ദ്വാരന്നിട്ട് 5 ആളും പോവുക. സ്വലാത്ത് ചൊല്ലി ദ്വാരക്കും ഇൻഷാ അല്ലാഹ്.